ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലാകുവാൻ കഴിഞ്ഞതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന സകലർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊള്ളുന്നു. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നീങ്ങാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം. നമ്മുടെ യാക്കോബിന്റെ ലേഖനമാണ് ഞായറാഴ്ചകളിൽ ഞാൻ വരുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണ്ട കാര്യങ്ങളൊന്ന് ഓടിച്ച് ഞാൻ പറയട്ടെ. യാക്കോബ് നമ്മളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ പലവിധത്തിലുള്ള ശോധനകൾ കടന്നു വരും. ആ ശോധനകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയായിട്ടാണ്. വിശ്വാസത്തിൽ നമ്മൾ വളരുവാൻ വേണ്ടി, പക്വത പ്രാപിക്കുവാൻ വേണ്ടി ദൈവം അയക്കുന്ന പരീക്ഷകളാണ് നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. അത് നല്ലതായതുകൊണ്ട് അതിൽ നമ്മൾ സന്തോഷിക്കണം. കാരണം ഈ പരീക്ഷ സഹിച്ച് നമ്മൾ അതിൻ്റെ അപ്പുറം കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമുക്ക് ഭക്തി ഉണ്ടാകും. നമ്മൾ ദൈവത്തെ ഏറ്റവും ഉപരിയായി സ്നേഹിക്കുന്നവരായി മാറും. അങ്ങനെ 1-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ യാക്കോബ് പറഞ്ഞു നിർത്തുന്നത് അങ്ങനത്തെ ഭക്തിയുള്ളവരായി നമ്മൾ മാറണം. ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയുള്ളവരായി നമ്മൾ മാറണം. അങ്ങനത്തെ ഭക്തി ജനിപ്പിക്കുന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം പരിശോധനകളെ നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നത്. അങ്ങനെ ഭക്തി ഉളവാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ 3 ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്നാണ് 1-ാമത്തെ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു നിർത്തുന്നത്. അവസാനം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാവിനെ കടിഞ്ഞാണിടുവാൻ കഴിയുക. അതായത് ദൈവത്തോടുള്ള നമ്മുടെ വിധേയത്വം തെളിയിക്കുന്നത് നമ്മുടെ നാവിനെ കടിഞ്ഞാണമിടുന്നത് കൊണ്ടാണ്. അങ്ങനെ താഴ്മയുള്ള ഒരു ഹൃദയം ജനിപ്പിക്കുന്ന ഭക്തി. 2-ാമതായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്ന, അതായത് സഹോദരപ്രീതിയുള്ള, അശരണരെ സഹായിക്കുന്ന, നിരാലംബരെ സഹായിക്കുന്ന സഹോദരപ്രീതിയുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുവാൻ വേണ്ടിയിട്ടാണ് വിശ്വാസത്തിന്റെ പരിശോധന. അവസാനം ലോകത്തിന്റെ കളങ്കം പറ്റാത്തവണ്ണം ലോകസ്നേഹം മാറി ദൈവസ്നേഹം ഉള്ളവരായി മാറുക. ഇങ്ങനെ 3 ഫലങ്ങളാണ് ഈ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം: താഴ്മ, വിശുദ്ധി, പിന്നെ പറഞ്ഞിരിക്കുന്നത് സഹോദര സ്നേഹം. പിന്നീടുള്ള അധ്യായങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിൽ ഈ ഓരോ ഫലങ്ങളെയും കുറിച്ചുള്ളതാണ്. 2-ാം അധ്യായം സഹോദര സ്നേഹത്തെ കുറിച്ചും, 3-ാമത്തെ അധ്യായം നാവിന് കടിഞ്ഞാണിടുന്ന ദൈവത്തിന്റെ മുൻപാകെ താഴ്മയുള്ളതിനെ കുറിച്ചും, 4-ാമത്തെ അധ്യായം ലോകസ്നേഹത്തെ കുറിച്ചും അതിനെ വെടിയുന്നതിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ വിശ്വാസം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭക്തിയുടെ പ്രവൃത്തികളെ കുറിച്ചാണ് യാക്കോബ് പ്രതിപാദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. 2-ാം അധ്യായത്തിന്റെ ആദ്യം മനസ്സലിവുള്ള വിശ്വാസം അല്ലെങ്കിൽ സഹോദര പ്രീതിയുള്ള വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു തുടങ്ങി. അതിന്റെ 1 മുതൽ 13 വരെയാണ് അവസാനം നമ്മൾ യാക്കോബില് ധ്യാനിച്ച് കണ്ടത്. ഇന്നത്തെ നമ്മുടെ വേദഭാഗം 2-ാം അധ്യായത്തിന്റെ ബാക്കിയുള്ള വചനങ്ങൾ അതിന്റെ 14 മുതൽ 26 വരെയാണ്. ഇവിടെ യാക്കോബ് വീണ്ടും തന്റെ ആ വിഷയം ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. പുതിയൊരു ഫലത്തിലേക്ക് നീങ്ങുകയല്ല, വീണ്ടും താൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ശരിയായിട്ടുണ്ടെങ്കിൽ അത് പ്രവൃത്തികളെ ഉളവാക്കും, ഭക്തിയുടെ പ്രവൃത്തികളെ അത് ഉളവാക്കും. 12-ാമത്തെ വാക്യത്തിൽ, 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറഞ്ഞു നിർത്തിയത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും ചേർന്നു പോകണം എന്നാണ് അവിടെ പറഞ്ഞു നിർത്തിയത്. ആ ഒരു പറഞ്ഞു നിർത്തിയ പശ്ചാത്തലം കാരണമാണ് യാക്കോബിനി 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രവൃത്തിയും നമ്മളുടെ പറച്ചിലും കൂടെ ചേർന്നു പോകണമെന്ന് താൻ പറയാനുള്ള കാരണം. ഇത് ഈ ലേഖനത്തിൽ അനവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലും എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരുപ്പീൻ. വചനം കേട്ട് പ്രസംഗം കാണാൻ പഠിച്ചാൽ മാത്രം പോരാ, അത് അനുസരിക്കുന്നവരായി നമ്മൾ മാറണം. അത് തന്നെയാണ് 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. നമ്മുടെ സംസാരം മാത്രം പോരാ. പലപ്പോഴും പല വിശ്വാസികൾക്കും ഈ പറച്ചിലേ ഉള്ളൂ, പ്രസംഗമേ ഉള്ളൂ, സംസാരമേ ഉള്ളൂ, അറിവേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല, അല്ലേ?
ഇന്ന് രാവിലെ കേട്ട ആ നല്ല പ്രബോധനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ച പല വാക്യങ്ങളും ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിൽ വെക്കാം. ശരിയായ വിശ്വാസം, അതായത് കപടഭക്തി ഇല്ലാത്ത, നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ഉളവാക്കുന്ന ശരിയായ വിശ്വാസം പ്രവൃത്തികൾ ഉളവാക്കുന്ന വിശ്വാസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വേദഭാഗത്തിൽ പഠിപ്പിക്കുന്ന കാര്യം ആദ്യം തന്നെ രത്ന ചുരുക്കത്തിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഇച്ചിരി പ്രയാസമാണ് മനസ്സിലാക്കാൻ. നമ്മുടെ ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിയിലൊക്കെ പഠിച്ചൊരു കാര്യമാണ്, രക്ഷ പ്രവൃത്തികളാലല്ല വിശ്വാസത്താൽ അത്രേ. നീതീകരണം പ്രവൃത്തികളാലല്ല വിശ്വാസത്താൽ അത്രേ. അങ്ങനെ നമ്മെ രക്ഷിക്കപ്പെടുത്തുന്ന ശരിയായ നിർവ്യാജ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികൾ ഉളവാക്കും. കേട്ടോ, പ്രവൃത്തികളാലല്ല എന്താ പറയാ രക്ഷ, പക്ഷെ ശരിയായിട്ട് രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഭക്തിയുടെ ഫലങ്ങൾ ഉളവാക്കുന്നതായിരിക്കും. പ്രവൃത്തികൾ ഉളവാക്കുന്ന വിശ്വാസം. ആ പ്രവൃത്തികൾ കാരണമല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഈ പ്രവൃത്തികൾ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്ന് അറിയേണ്ടത് ഈ പ്രവൃത്തികളിൽ കൂടെയാണ്, അല്ലാതെ വായിക്കൂടെ എന്ത് പറയുന്നു എന്നുള്ളത് വെച്ചിട്ട്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, വിശുദ്ധി, താഴ്മ എന്നീ ഭക്തിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശരിയായ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം. അങ്ങനെ പ്രവൃത്തികൾ ഉളവാക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ആരെങ്കിലും ഒരാള് 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് നമുക്ക് എല്ലാവർക്കും കേൾക്കാം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികളെ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമുണ്ട്. ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുന്നു. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമുണ്ട്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാകയാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരുന്നു. എന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുണ്ടോ? അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവൻ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെടുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞിരിക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ആമേൻ. ഓരോ വാക്യങ്ങളും നമുക്കൊന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ചില കാതലായ വിഷയങ്ങൾ ധ്യാനിക്കാം. 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്, അല്ലെങ്കിൽ എന്ത് പ്രയോജനം? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അപ്പൊ ഈ വിഷയം ഇത്ര ഗൗരവമേറിയ വിഷയമാകുവാനുള്ള കാരണം ആ രണ്ടാമത് ചോദിച്ച ചോദ്യമാണ്. ആ വിശ്വാസത്താൽ, ഈ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള വിശ്വാസത്താൽ ഏതെങ്കിലും വ്യക്തിക്ക് രക്ഷ ലഭിക്കുമോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാതല. ഈ വിഷയം എന്തുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ സമീപിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയം നമ്മൾ ഗൗരവത്തോടെ സമീപിക്കാതെ ഏതെങ്കിലും ഒരു വിശ്വാസം മതി എന്ന് പറഞ്ഞിരുന്നാൽ രക്ഷ പ്രാപിക്കത്തില്ല. ശരിയായ വിശ്വാസത്തിലാണ് ശരിയായ രക്ഷ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസം പോരാ, അല്ലേ? ലോകത്ത് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. വിശ്വാസം എന്ന് പലതും നമ്മൾ പറയുന്നുണ്ട്. വിശ്വാസത്താലാണ് രക്ഷ, പക്ഷെ രക്ഷിക്കപ്പെടുത്തുന്ന ശരിയായ വിശ്വാസമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ സ്റ്റഡിയിലെ ബുധനാഴ്ച
വിശ്വാസം തുടങ്ങി രണ്ടാമത്തെ ആഴ്ച എന്ത് പഠിച്ചു? വിശ്വാസത്തിന്റെ സവിശേഷതകൾ, നിർവ്യാജ വിശ്വാസത്തിന്റെ സവിശേഷത. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം ഏതാണെന്ന് അതിന്റെ ലക്ഷണങ്ങൾ വെച്ച് തിരിച്ചറിയണം. അല്ലാതെ എൻ്റെ മനസ്സിൽ തോന്നിയതോ ലോകം പറയുന്നതോ ഏതെങ്കിലും മതം പറയുന്നതോ ആയ വിശ്വാസം പോരാ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് അതിന്റെ 4 സവിശേഷതകൾ ചൂണ്ടിക്കാണിച്ച് ഇതാണ് ബൈബിൾ പറയുന്ന വിശ്വാസം. ഈ 4 സവിശേഷതകൾ ഇല്ലാത്തത് വിശ്വാസമല്ല. ലോകം എത്ര പറഞ്ഞാലും അത് വിശ്വാസമല്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്ന വിശ്വാസമാണ് ശരിക്കുള്ള വിശ്വാസം. അതിൽ നമ്മൾ കണ്ടതാണ് മൂന്നാമത്തെ സവിശേഷതയായിട്ട് ചൂണ്ടിക്കാണിച്ചത് ബൈബിളിലെ വിശ്വാസം പ്രായോഗിക തലത്തിൽ പ്രവൃത്തികൾ ഉളവാക്കുന്ന വിശ്വാസമാണ്. സാധാരണ നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ മനസ്സിൽ എവിടെ ഒരു സങ്കല്പം എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, അല്ലെ? ഒരു സങ്കല്പം, ഒരു ഐതിഹ്യം എന്നൊക്കെ പറയും. അതല്ല ബൈബിളിലെ വിശ്വാസം. ബൈബിളിലെ വിശ്വാസം ജീവിതത്തിലൂടെ നമുക്ക് തെളിയിച്ച് കാണിക്കാൻ പറ്റുന്ന വിശ്വാസമായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു, പറച്ചിലേ ഉള്ളൂ, പക്ഷേ പ്രവൃത്തികൾ ഇല്ല, സ്വഭാവത്തിൽ ഇല്ല. സൺഡേ തോറും പള്ളിയൊക്കെ വരും, പാട്ടും പാടും കൈയോടിക്കും, പറയുന്നത് വിശ്വാസി, അല്ലെ? ബുദ്ധിപരമായി എല്ലാം അറിയാം, അല്ലെ? ഒരു പരീക്ഷ ഇട്ടാൽ ചിലപ്പോൾ പാസ്സും ആവും, ചിലപ്പോൾ. ജീവിതത്തിൽ ഒരു വിശ്വാസവുമില്ല, പ്രവൃത്തികളില്ല. നേരത്തെ പറഞ്ഞ പ്രവൃത്തികൾ ചിന്തിക്കണം. ദൈവത്തിന്റെ മുൻപാകെ വിധേയപ്പെടുന്ന താഴ്മ, അത് തന്റെ നാവ് അടക്കി വെക്കുന്നതിൽ വെളിപ്പെട്ട് വരും, അല്ലെ? സഹോദരന്മാരോടുള്ള സ്നേഹം. നമ്മുടെ ഇന്നത്തെ പ്രബോധനം അതിനെ കുറിച്ചായിരുന്നു, സഹോദര സ്നേഹത്തെ കുറിച്ചായിരുന്നു പ്രബോധനം, അല്ലെ? ലോകത്തിലെ കളങ്കം വിട്ടുമാറണം. ഇതൊന്നും മാറാതെ ചുമ്മാ സൺഡേ തോറും വന്നിരുന്നാൽ, ഞാൻ ബൈബിൾ സ്റ്റഡി തുടങ്ങി അന്നേ പറഞ്ഞു, ചുമ്മാ ഈ കസേര വന്നിട്ട് നമ്മുടെ ചൂട് കൊടുക്കൽ പരിപാടിക്ക് ഒരു വിശ്വാസിയുടെ ആവശ്യമില്ല, അല്ലെ? ചിലരൊക്കെ എല്ലാ ആഴ്ചയും ഒരേ കസേര തന്നെ ആയിരിക്കും. ആ കസേരയ്ക്ക് സൺഡേ തോറും 10 മണി തൊട്ട് 12 മണി വരെ ചൂട് കൊടുക്കലാണ് അവരുടെ പരിപാടി. അവർ വിശ്വാസിയായതുകൊണ്ടുള്ള ആകെ ഗുണം ആ കസേരയ്ക്ക് കുറച്ച് ചൂട് കിട്ടുന്നുണ്ട് 2 മണിക്കൂർ. അല്ലാതെ ജീവിതത്തിലൊരു പ്രവൃത്തിയില്ല. അങ്ങനത്തെ പ്രവൃത്തികൾ ഇല്ലാത്ത വിശ്വാസത്താൽ രക്ഷ ലഭിക്കുമെന്ന് ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ രക്ഷയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുമില്ല, നിങ്ങൾ നശിച്ചും പോകും. നിങ്ങളെ തന്നെ, അതാണ് 1-ാമത്തെ അധ്യായത്തിൽ ഞാൻ വായിച്ചത്, അതിന്റെ 22, വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിപ്പീൻ. കേൾക്കുന്ന വചനം വീട്ടിൽ പോയിട്ട് അനുസരിക്കാത്തവർ എന്തുവാ ചെയ്യുന്നത്? നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ പറയണം, ഞാൻ വിശ്വാസിയാണ്, ഞാൻ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് അവസാന നാളില് ലോകോത്തര ഷോക്ക് കിട്ടും. അയ്യോ, വിശ്വാസിയൊന്നും അല്ലായിരുന്നു, നീ വെറും കപടഭക്തിയായിരുന്നു. നീ ഇവിടെ വന്ന് വലിയ ഗമയിലൊക്കെ ഇരിക്കും, വീട്ടിൽ പോയിട്ട് നീ പഴയ ജഡത്തിൽ തന്നെ ജീവിക്കുന്നത്. നിന്റെ നാവൊന്നും നീ അടക്കാറില്ല, നിനക്ക് ദേഷ്യം വരുമ്പോൾ കണ്ണി കാണുന്ന തെറിയൊക്കെ നീ വിളിക്കും, അല്ലെ? അങ്ങനെയുള്ള കപടഭക്തിക്കാരോട് പറയുകയാണ്, വചനം ചുമ്മാ ഇങ്ങനെ കേട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിപ്പീൻ. കേട്ടോ? അതുകൊണ്ടാണ് ഈ വിഷയം വളരെ ഗൗരവമായ വിഷയമാണ്. എൻ്റെ വിശ്വാസത്തിനെ തെളിയിക്കുന്ന, പ്രദർശിപ്പിക്കുന്ന പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വേണം ഞാൻ എന്ത് പറയാൻ. എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ വേണം നമ്മളത് നിരൂപിച്ചെടുക്കുവാൻ, വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളത്. 15 മുതൽ 17 വരെ യാക്കോബ് പറയാണ്, ഈ വിശ്വാസത്തിന് പ്രവൃത്തികളില്ലെങ്കിൽ അത് വെറും സംസാരം, അല്ലെ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാതെ ഇരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. മരിച്ച വിശ്വാസമുള്ള വ്യക്തികള് നല്ല ക്രിസ്തീയ ജ്ഞാനവും ബുദ്ധിയും ബൈബിളിലെ ഭാഷയൊക്കെ വെച്ച് പറച്ചിലുണ്ട്, സംസാരമുണ്ട്, അല്ലെ? ഒരു സഹോദരൻ കഷ്ടപ്പെട്ടിരിക്കുകയാണ്, കഴിക്കാനൊന്നും ഇല്ലാതിരിക്കുകയാണ്, നമ്മൾ പോയിട്ട് പറയുകയാണ് പ്രൈസ് ദ ലോർഡ്, അല്ലെ? നമുക്ക് ഈ കുറെ തല്ലിപ്പൊളി സാഹിത്യം നമ്മൾ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് സഭയ്ക്കകത്ത് വന്നിട്ട്, അല്ലെ? നമ്മൾ എന്താ പറയുന്നത്? സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പടക്കുകയും ചെയ്യുകയും ദൈവം എല്ലാം നോക്കിക്കോളും, പ്രൈസ് ദ ലോർഡ്, അല്ലെ? ഇതാണ് കുഴപ്പം, അല്ലെ? ഇത് പറയാൻ വിശ്വാസം വേണോ? ഇത് പറയാൻ ഒരു വിശ്വാസവും വേണ്ട. ഇത് പറയാൻ എന്ത് വേണം? കപടത വന്നാൽ മാത്രം മതി.
അല്ലെ? നമ്മൾ കാര്യത്തോടടുത്തപ്പോൾ വിശ്വാസിയുടെ ഒരു സ്വഭാവവും വെളിപ്പെടുത്തിയില്ല. സഹോദരൻ കഷ്ടപ്പെട്ടിരിക്കുകയാണ്, നഗ്നനായിട്ടിരിക്കുകയാണ്. ഇത് സാധാരണ വിശപ്പ് അല്ലെ? നഗ്നരായിട്ടിരിക്കുകയാണ്. ഒരു തുണി പോലും ഇല്ലാത്ത ഒരുത്തിനെ കണ്ടപ്പോ പറയാണ്, പോയി തീ ചായക്കോ ബ്രദറെ നോക്കിക്കോളാം. അല്ലെ? ഈ നമ്മളിത് എങ്ങനെ ചെയ്യുന്നറിയാവോ? ഒരാളൊരു പ്രശ്നം പറഞ്ഞാൽ നമ്മളെന്താ പറയും? പ്രാർത്ഥിക്കാം ബ്രദർ. ഭൂലോക കള്ളം അല്ലെ? ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. മറന്നു, അപ്പൊ തന്നെ മറന്നു. അവരുടെ നിന്ന് ഇങ്ങനെ ഒരു കഴിവ് ഒരു എക്സ്ക്യൂസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു പയസ് എക്സ്ക്യൂസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം അല്ലെ? വളരെ ദിവ്യമായ ഒരു കഴിവാണ് പ്രാർത്ഥിക്കാം ബ്രദറെ. അല്ലെ? ഇത് പറയരുത്. ഇതൊക്കെ കള്ളത്തരമാണെങ്കിൽ ഇതൊക്കെ മാറ്റി വെക്കണം അല്ലെ? അവരോട് സ്നേഹമില്ലെങ്കിൽ സ്നേഹമുള്ളതായിട്ട് നടിക്കരുത്. നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ നടനം അല്ലെ? ചിലരെ കണ്ടിട്ടില്ലേ? സഭയിൽ കയറി വരുമ്പോൾ അങ്ങോട്ട് കെട്ടിപ്പിടുത്തമായി, ഉമ്മം കൊടുക്കലായി. ഇന്നലെ അങ്ങോട്ട് നമ്മളെ കുറിച്ച് വേണ്ടാത്തതൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞവരാണ് അല്ലെ? എല്ലാ ഇല്ലാ വചനവും പറഞ്ഞു നടക്കുന്നവർ ഭയങ്കര കെട്ടിപ്പിടുത്തം അല്ലെ? നമ്മുടെയൊക്കെ മറ്റു സഭകളിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ അത്ര കുഴപ്പമില്ല അല്ലെ? ഈ വലിയ കൂടിയ AC ഹോൾ സഭകളിലൊക്കെ ഇത് തന്നെ ഭൂലോക തെണ്ടിത്തരം കാണിച്ചേച്ച് നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടുത്തുമായി, ഉമ്മയായി അല്ലയോ? ഞാൻ ഈ അക്രൈസ്തവ പാരമ്പര്യത്തിൽ വരുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഈ കപടത അല്ലെ? കാരണം നമ്മൾ പല പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ യുവമാരൊന്നും ഒരു കാശിനും കൊള്ളാത്തവന്മാരാണ് അല്ലെ? 10 പൈസയുടെ ഗുണമില്ലാത്തതാണ്. നമ്മൾ ശോധനയെ കൂടെ കടന്നു പോകും. ഞാൻ 22 വർഷത്തെ അനുഭവം വെച്ചിട്ട് പറയാണ്, ശോധനയെ കൂടെ കടന്നു പോകുമ്പോൾ ഇവന്മാരൊന്നും വരില്ല. എന്നെ ഫോൺ വിളിക്കുന്ന ആരാന്നറിയാമോ? ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ കയറി വന്നുകൊണ്ട് പറയാണ്. എന്നെ ഫോൺ വിളിക്കുന്നത് 2 കൂട്ടരാണ്. 1 ബില്ലടയ്ക്കാനുണ്ട്, 2 പ്രസംഗിക്കാൻ വരാവോ. അല്ലാതെ ഇന്നേ വരെ ആരും വിളിച്ചിട്ട് ബ്രദർ എങ്ങനെ ഇരിക്കുന്നു ഒരാളും ചോദിക്കാറില്ല അല്ലെ? അവർക്കാവെന്ന് പറയണ്ട, അവർക്ക് പ്രസംഗിക്കാം. എന്റെ കൃപാവരം വിറ്റ് തിന്നണം ഓരോരുത്തന്മാർക്ക്, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് അറിയാം, ഈ കെട്ടിപ്പിടുത്തവും വെക്കല്ലോ ഒന്നും നമ്മൾ വീഴരുത്. അതൊക്കെ കപടതയാണ്. നമ്മൾ അങ്ങനെ മറ്റുള്ളവരോട് നമ്മളും കാണിക്കരുത്. അങ്ങനെ ഒരാളോട് സ്നേഹമില്ലെങ്കിൽ സ്നേഹത്തിനായി പ്രാർത്ഥിച്ചിട്ട് പോയി കെട്ടിപ്പിടിക്കുക. അതിനു മുമ്പേ പോയുള്ള ഈ നടനവും ഈ അഭിനയം ഒന്നും പാടില്ല. അതൊക്കെ ദൈവത്തിന്റെ കണ്ണിൽ വലിയ പ്രശ്നം പിടിച്ച കാര്യങ്ങളാണ് അല്ലെ? ഇവിടെ ഇപ്പൊ വലിയ തികഞ്ഞ ഒരു വിശ്വാസി, നമ്മുടെ മലയാളി വിശ്വാസിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രദറെ പ്രാർത്ഥിക്കാം കേട്ടോ, നഗ്നനായിട്ടിരിക്കുകയാണ്. ഒരു തുണിയെങ്കിലും കൊടുക്കുന്നതിന് പകരം പോയി നീ തീയൊക്കെ കൊണ്ടുവന്ന് ചൂടൊക്കെ വെച്ച് സുഖമായിട്ട് പൊക്കോളൂ, സമാധാനത്തോടെ പൊക്കോന്ന് അല്ലേ? അതാണ് നമ്മൾ നേരത്തെ 1-ാമത്തെ അധ്യായത്തിന് അവസാനം പറഞ്ഞിരിക്കുന്ന, പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി നോക്കിയിട്ട് വരികയല്ല, അവരെ പരിചരിക്കണം. നേരത്തെ നമ്മൾ വായിച്ചു കേട്ട അതൊക്കെ പിന്നീട് ഞാൻ പറയുന്നുണ്ട് അല്ലെ? കാര്യത്തോട് അടുക്കുമ്പോൾ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്ന സഹോദര പ്രീതി വേണം. ഇതൊന്നുമില്ല. അങ്ങനത്തെ കപട വിശ്വാസം കാണിക്കുന്നവർ, അവർക്ക് വിശ്വാസമേ ഇല്ല. അതാണ് 17-ാമത്തെ വാക്യം. ഇങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. വിശ്വാസം ഉണ്ടെന്ന് അവരെ തന്നെ പറഞ്ഞു പറ്റിപ്പിച്ച്, വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, വിശ്വാസം ഇല്ല എന്ത് പറ്റും? രക്ഷ പ്രാപിക്കത്തില്ല. അതാണ് രക്ഷയില്ല എന്ന് പറഞ്ഞത് അല്ലെ? അത് കഴിഞ്ഞിട്ട് 18-ാമത്തെ വാക്യത്തിൽ അപ്പോ ഒരു വ്യക്തി അതിന് എതിരായിട്ട് പറയുകയാണ്, എന്നാൽ ഒരുത്തൻ എന്നോട് പറയുമായിരിക്കും, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട്. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരാം, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വാഗ്വാദം ഉണ്ടാകുകയാണ്. ചിലർ വേണോ അങ്ങനെ എല്ലാ വിശ്വാസത്തിനും അങ്ങനെ പ്രവൃത്തികളൊന്നും വേണമെന്നൊന്നുമില്ല. എന്റെ വിശ്വാസത്തിന് പ്രവൃത്തികളുണ്ട്, നിന്റെ വിശ്വാസത്തിന് പ്രവൃത്തികളൊന്നും ഇല്ലായിരിക്കും. അങ്ങനെ എല്ലാവർക്കും വിശ്വാസത്തോടൊപ്പം പ്രവൃത്തികളൊന്നും വേണ്ടല്ലോ എന്നൊരു എതിരഭിപ്രായം പറയുകയാണെങ്കിൽ 19-ാമത്തെ വാക്യമാണ് യാക്കോബിന്റെ മറുപടി. 19-20 ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, മൂഢനായ മനുഷ്യ എന്നാണ് എന്റെ അർത്ഥം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പൊ ഇവൻ പറഞ്ഞത് എന്തായിരുന്നു? പ്രവൃത്തികളൊന്നും അങ്ങനെ വലിയ എന്താ പറയാ ഉറപ്പായിട്ടും വേണമെന്നൊന്നുമില്ല, അങ്ങനെ കമ്പൽസറി ഒന്നുമല്ല, നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ പ്രവൃത്തികൾ വരും, ചിലപ്പോൾ പ്രവൃത്തികൾ വരത്തില്ല. നമ്മുടെ നാട്ടിൽ ഈ ഉപദേശം പറയുന്ന കൂട്ടരുണ്ട്, ഹൈപ്പർ ഗ്രേസുകാർ. അങ്ങനെ എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിലും ഒന്നും അങ്ങനെ വിശ്വാസത്തിന്റെ തെളിവായിട്ട് പ്രവൃത്തിയൊന്നും വേണ്ട. നീ എപ്പോഴെങ്കിലും വാഗോണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ യേശു നിന്റെ കർത്താവും രക്ഷിതാവാണെന്ന്? പിന്നെ നീ ഇനി നിരീശ്വരവാദി ആയാൽ പോലും നീ രക്ഷിക്കപ്പെടും. ഇതാണ് ഹൈപ്പർ ഗ്രേസുകാരുടെ പഠിപ്പിക്കൽ. എല്ലാം കൃപ 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 കൃപ, പാവത്തിന്റെ ലൈസൻസ് അല്ലെ? അങ്ങനെ പറയുന്നവരുണ്ട്. ഞങ്ങളുടെ വിശ്വാസത്തിന് അങ്ങനെ പ്രവൃത്തികളൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് പ്രവൃത്തികളുണ്ട്, പക്ഷെ വിശ്വാസം ഉണ്ടല്ലോ
വിശ്വാസം ഉണ്ടല്ലോ, പിന്നെന്താ വേണം? അപ്പോഴാണ് നമ്മുടെ യാക്കോബ് പറയുന്നത്, അങ്ങനെ ചുമ്മാ ബുദ്ധിയിൽ എന്തെങ്കിലും മനസ്സിലാക്കി തലയാട്ടുന്ന വിശ്വാസം ആരുടെ വിശ്വാസം എന്നറിയോ? പിശാചിന്റെ വിശ്വാസം. കാരണം പിശാച് വിശ്വസിക്കുന്നുണ്ട് ദൈവം ഒരുത്തനെ ഉള്ളൂ, അല്ലെ? ദൈവം ഒരുവനുണ്ടെന്ന് പിശാച് വിശ്വസിക്കുന്നു. നിന്നെക്കാളും കൊള്ളാം പിശാച് വിറയ്ക്കുന്നും കൂടെ ഉണ്ട്. നീ വിറയ്ക്കുന്നുമില്ല, നിനക്ക് ഒരു ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പിശാചിനും രൂപാന്തരമൊന്നും വരുന്നില്ല. പിശാചായിട്ട് തന്നെ ഇരിക്കുക, അല്ലാതെ പിശാച് ദൈവദൂതനാവുന്നില്ല, അല്ലെ? എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവരാത്ത വെറും പൊള്ളയായ അറിവ്, അതാണ് വിശ്വാസമെങ്കിൽ അത് പിശാചിനുമുണ്ട്. എന്റെ ജീവിതത്തിന് ഒരു രൂപാന്തരവും വരുത്താത്ത കുറെ പൊള്ളയായ മതപരമായ അറിവാണ് വിശ്വാസമെങ്കിൽ ആ വിശ്വാസം രക്ഷിക്കപ്പെടാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത പിശാചിനുമുണ്ട്. പിന്നെ നീ എങ്ങനെ രക്ഷിക്കപ്പെടും ഈ വിശ്വാസം വെച്ചുകൊണ്ട്, അല്ലെ? പിശാച് ഒരിക്കലും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. നമുക്ക് ബൈബിളിന്റെ അവസാനത്തെ പുസ്തകം വായിച്ചറിയാം, പിശാചിനെ ദൈവം നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയും, നിത്യ പൊയ്കയിലിട്ട് ചുട്ടുകളയും അവനെ, അല്ലെ? ആ പിശാചിനുള്ള വിശ്വാസമാണ് നിന്റെ വിശ്വാസം. പിന്നെ നിനക്കെങ്ങനെ രക്ഷ വരും? നിന്റെ വിശ്വാസം അവന്റെ വിശ്വാസം ഒന്നാണ്, പിന്നെ നീയും അവന്റെ അതേ ഗതിയിലോട്ടല്ലേ പോന്നേ എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിയിൽ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് തലയാട്ടുന്നതല്ല വിശ്വാസം, അല്ലെ? വെനസ്ഡേ ബൈബിൾ സ്റ്റഡിക്ക് വരുന്നവർക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുതിയ കാര്യമല്ല, അല്ലേ? പക്ഷെ ബൈബിൾ സ്റ്റഡിക്ക് വരാത്തവർ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നത്. തലയാട്ടുന്നതല്ല, എന്തെങ്കിലും ഒരു അറിവ് കിട്ടി, ഇതാണ് ഇതിന്റെ ഉപദേശം, അങ്ങനെ തലയാട്ടുന്നതല്ല വിശ്വാസം. എന്റെ ജീവിതത്തിൽ രൂപാന്തരം വരണം, ഇല്ലെങ്കിൽ അത് പൈശാചിക വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്, നിനക്ക് പ്രവൃത്തികൾ ഉളവാക്കുന്നു, അങ്ങനൊന്നുമില്ല. ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ. രക്ഷിക്കപ്പെടുത്തുന്ന ഒരേ ഒരു വിശ്വാസം പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്ന വിശ്വാസം. അല്ലാതെ ഇയാൾക്ക് കുറച്ച് പ്രവൃത്തി കൂടിയിട്ടുണ്ട്, ഇയാൾക്ക് കുറച്ച് കുറവേ ഉള്ളൂ എന്നാലും വിശ്വാസിയാണ്, അങ്ങനൊന്നുമില്ല. ഒരേ ഒരു വിശ്വാസമേ ഉള്ളൂ, രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം. അത് പ്രവൃത്തികളെ ഉളവാക്കും. പിന്നീടുള്ളത് പ്രവൃത്തികൾ ഇല്ലാത്ത തലയാട്ടൽ വിശ്വാസം, അത് പിശാചിനുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് വേണം. പൈശാചിക വിശ്വാസം വേണോ അതോ രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം വേണോ? അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്, എടാ മൂഢ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലം. നിഷ്ഫലം എന്ന് പറഞ്ഞാൽ രക്ഷ ഉളവാക്കുവാൻ നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സില്ലാത്തോണ്ടാണ് നിനക്കൊക്കെ ഇത് മനസ്സിലാകാത്തത്, അല്ലെ? ഇത് ഏറ്റെടുക്കാൻ വയ്യ. രൂപാന്തരം വരുത്തുന്ന വിശ്വാസമൊന്നും വേണ്ട, എന്റെ സ്വഭാവത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട, അല്ലെ? എല്ലാവരും പറയാറില്ല, അങ്ങനെ എനിക്ക് സ്വഭാവം ഒന്നും മാറാൻ എന്നോട് പ്രസംഗിക്കരുതേ. ചുമ്മാ വന്നിരുന്ന് പാട്ടൊക്കെ പാടി നേരത്തെ സഹോദരൻ പറഞ്ഞു ഇങ്ങോട്ട് എന്ത് കിട്ടും, കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് പ്രസംഗിച്ചേ, അല്ലെ? കിട്ടുന്നത് കേൾക്കാൻ എന്തുകൊണ്ടാണ് താല്പര്യം? നേരത്തെ ബ്രദർ പറഞ്ഞു കിട്ടുന്നത് കേൾക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. എന്തുകൊണ്ടാണ് അത് കൂടുതൽ താല്പര്യം? ഒന്നും മാറണ്ടല്ലോ, ഞാനായിട്ട് തന്നെ ഇരുന്നാൽ മതി, അങ്ങ് കിട്ടുമെന്ന്. അപ്പൊ അത് കേൾക്കാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. എന്റെ സ്വഭാവം മാറണം, എന്റെ കോപം മാറണം, എന്റെ ദേഷ്യം മാറണം, എന്റെ സംസാരം മാറണം, എനിക്ക് സ്നേഹം വർദ്ധിക്കണം. അയ്യോ അത് വേണ്ട, അത് വില കൊടുക്കണം, അത് വേണ്ട, മറ്റേ പ്രശ്നം കൊള്ളാലോ, കിട്ടും കിട്ടും കിട്ടും, കേട്ടോ? വില കൊടുക്കേണ്ടി വരുമ്പോ അത് വേണ്ട. അതുകൊണ്ടാണ് ഈ മൂഢമനുഷ്യൻ ഈ പറഞ്ഞ വ്യാജ വിശ്വാസം വിശ്വസിക്കാനും അതിനാൽ ചതിക്കപ്പെടുവാനും നിന്നു കൊടുക്കുന്നത്, അല്ലെ? എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ വചനപരമായിട്ട് ശരിയല്ലാത്ത ഈ ദുരുപദേശം മതി എന്ന് പറയുന്നത്? മനസ്സില്ല, രൂപാന്തരപ്പെടുവാൻ മനസ്സില്ല, സ്വഭാവം മാറുവാനായിട്ട് മനസ്സില്ല. അങ്ങനെ മനസ്സില്ലാത്തവർ കണ്ട കൺവെൻഷനൊക്കെ പോയിരുന്ന് ഈ വല്ല പ്രവാചകനും വന്ന് കുറെ ഭൗതികത അടിക്കുന്നെല്ലാം കേട്ടോണ്ടിരുന്നുള്ളൂ. എന്ത് നല്ല ശുശ്രൂഷയായിരുന്നു, അല്ലെ? അല്ലാതെ നമ്മളെപ്പോലെ വെനസ്ഡേ ബൈബിൾ സ്റ്റഡിക്കും 4 ആഴ്ച മാനസാന്തരം പഠിപ്പിക്കുന്നിടത്ത് മനസ്സില്ല പലർക്കും വരാൻ, അല്ലെ? നമ്മുടെയൊക്കെ തന്നെ കൂട്ടത്തിൽ എത്ര പേര് ബൈബിൾ സ്റ്റഡിക്ക് സ്ഥിരമായിട്ട് വരുന്നു? മനസ്സില്ല, അതാ കുഴപ്പം, അല്ലെ? ഇത് മനസ്സുണ്ടെങ്കിലേ ഈ മൂഢത്തരം മാറത്തുള്ളൂ. രൂപാന്തരം പ്രാപിക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറയുന്നവർക്ക് ഈ വ്യാജവിശ്വാസത്തിന്റെ ചതിക്കുഴിയിൽ നിന്ന് വിട്ടുമാറുവാൻ കഴിയുകയും. തുടർന്ന് 21 മുതൽ 23 വരെ ഇത് തെളിയിക്കുവാൻ വേണ്ടി ശരിയായ രക്ഷ പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസത്തിലൂടെയാണെന്ന് പഠിപ്പിക്കുവാനായിട്ട് 21 മുതൽ 23 വരെ യാക്കോബ് പഴയ നിയമത്തിലെ അബ്രഹാം എന്ന ഭക്തന്റെ ജീവിതം എടുത്ത് ഒരു തെളിവായിട്ട് പറയുകയാണ്. പിന്നീട് 25-ാം അധ്യായത്തില് റാഹാബ് എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ ഒരു സ്ത്രീ, അപ്പൊ ഒരു പുരുഷനും ഒരു സ്ത്രീയും,
ഓരോ ദൃഷ്ടാന്തം, ഓരോ എന്താ പറയുക ഉദാഹരണങ്ങളായിട്ട് എടുത്തു പറയുകയാണ്. 21 മുതൽ 23 വരെയുള്ള അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേൾക്കാം. നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. അല്ലെ, ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്താൽ രക്ഷിക്കപ്പെടാമെന്ന്. അതല്ല ഈ പറഞ്ഞു വരുന്നത്. അവന്റെ പ്രവൃത്തിയോട് കൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായെന്നും നീ കാണുന്നുവല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലെ കത്തോലിക്ക സഭക്കാര് പഠിപ്പിക്കുന്ന പോലെ വിശ്വാസവും പ്രവൃത്തിയും കൂടെ 50% ഇട്ട് കൂട്ടിക്കുഴച്ചാൽ രക്ഷ കിട്ടുമെന്ന് പറയുന്നതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രവൃത്തിയിലൂടെ എന്താ വെളിപ്പെട്ടു വന്ന്? വിശ്വാസം. അല്ലേ? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും, എന്ന് പറഞ്ഞാൽ വിശ്വാസം പ്രദർശിക്കപ്പെട്ടുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായെന്നും, ശരിയായ വിശ്വാസമാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ പ്രവൃത്തിയും വിശ്വാസവും രണ്ടും കൂടെ ചേർന്നല്ല രക്ഷ. രക്ഷ വിശ്വാസത്താലാണ്. പക്ഷെ ആ വിശ്വാസം തെളിയിക്കുന്ന, പ്രദർശിപ്പിക്കുന്ന, വ്യാപരിപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെ അബ്രഹാമിന്റെ വിശ്വാസം താൻ തെളിയിച്ച പ്രവൃത്തിയാണ് മലയമേൽ തന്റെ മകനെ യാഗം കഴിക്കുവാൻ താൻ തുനിഞ്ഞു. കേട്ടോ? അപ്പൊ അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. കണ്ടോ? അബ്രഹാം വിശ്വസിച്ചപ്പോൾ അവന് നീതീകരണം കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താലാണ് നീതീകരണം, പ്രവൃത്തിയാലല്ല. പക്ഷെ നീതീകരിക്കുന്ന വിശ്വാസം പ്രവൃത്തികളിലൂടെ തെളിവായി വരും. അല്ലെ? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി 15-ാം അധ്യായത്തിലാണ്. എന്നാൽ ഇസഹാക്കിനെ യാഗം കഴിക്കുന്നത് ഉൽപ്പത്തി 22-ാം അധ്യായത്തിലാണ്. ഒരു 10, 20, 30 വർഷത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്, 22-ാം അധ്യായത്തിൽ. അപ്പൊ 15 മുതൽ 22 വരെ അബ്രഹാം രക്ഷിക്കപ്പെടാതിരിക്കുകയല്ല, രക്ഷിക്കപ്പെട്ടതിന്റെ തെളിവ് 22-ാം അധ്യായത്തിൽ തന്നിലൂടെ വെളിപ്പെട്ടു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തികൾ തന്റെ നീതീകരണത്തെ തെളിയിക്കുന്നു. പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വെളിപ്പെട്ടു വന്നു. പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി. വിശ്വാസം, ശരിയായ വിശ്വാസം, അതിന്റെ സവിശേഷതകളൊക്കെ പുറത്തു വരുന്ന പക്വതയുള്ള വിശ്വാസം താൻ തെളിയിച്ചു. ഈ വാക്യം 15-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യം, അവൻ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവനൊരു പേരും കിട്ടി, അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ. അല്ലേ? അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, അല്ലേ? വെറും വിശ്വാസമല്ല, ചുമ്മാ ഒരു വിശ്വാസം, പ്രവൃത്തികളൊന്നുമില്ല, വെറും വിശ്വാസം. ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ സഭകളിലും എനിക്ക് ഈ കൂട്ടരാന്ന് തോന്നുന്നു, വെറും വിശ്വാസി. അല്ലെ? എനിക്കത് ഇഷ്ടപ്പെട്ടു മലയാളത്തിൽ, വെറും വിശ്വാസം, മിയർ ഫെയ്ത്ത് ഇംഗ്ലീഷിൽ പറഞ്ഞു. അല്ലെ? വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസമല്ല രക്ഷിക്കുന്നത്. മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. പ്രവൃത്തികളാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തികളാൽ വെളിപ്പെട്ടു വരുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. ഇത് രണ്ടും ചേർന്ന് പോകണം എന്ന് നിങ്ങൾ കാണുന്നു. അത് കഴിഞ്ഞ റാഹാബിന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. റാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ആ സംഭവമൊക്കെ നമ്മൾ ഇനി എടുത്ത് ധ്യാനിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഓടിച്ച് ഈ വേദഭാഗം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. റാഹാബ് എന്ന് പറയുന്ന കനാന്യ സ്ത്രീ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തിന്റെ ദൂതന്മാർ എരിഹോ നഗരത്തിൽ വന്നപ്പോൾ അവരെ കൈക്കൊണ്ട് അവരെ സംരക്ഷിച്ച് യഹോവയുടെ പക്കം നിന്നു. അല്ലെ? ദൈവഭാഗത്ത് നിന്ന് അവൾ പ്രവർത്തിച്ചു. അങ്ങനെ അവളുടെ പ്രവൃത്തി അവളുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തി. അതുകൊണ്ട് അവസാനം പറഞ്ഞു നിർത്തുന്ന 26-ാമത്തെ വാക്യം, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായിരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശരിയായ വിശ്വാസം, രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം എവിടെ ഉണ്ടെന്ന് നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിയിലല്ലാതെ നോക്കേണ്ടത്. എൻ്റെ ഉപദേശമൊക്കെ ശരിയാണോ എന്നല്ല നോക്കേണ്ടത്. എൻ്റെ ബൈബിൾ സ്റ്റഡി നോട്ടല്ല നോക്കേണ്ടത്. എനിക്കൊരു സൺഡേ സ്കൂൾ എക്സാം എഴുതി ജയിക്കാൻ പറ്റുമോ എന്നല്ല നോക്കേണ്ടത്. എനിക്ക് വാക്യങ്ങളൊക്കെ കാണാതറിയാവോ എന്നല്ല നോക്കണം. എനിക്ക് പ്രസംഗിക്കാൻ അറിയാവോ എന്നല്ല നോക്കേണ്ടത്. ഇന്ന് പല വിശ്വാസവും ഇതൊക്കെ പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുക. അല്ലല്ലല്ല, കൃപാവരങ്ങളോ പ്രസംഗമോ വചനത്തിലുള്ള ബുദ്ധിപരമായ അറിവോ ഒന്നും യാക്കോബ് ഇവിടെ പറഞ്ഞിട്ടില്ല. പല വേദഭാഗങ്ങളും ബൈബിളിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ഉള്ളവന്മാർ നരകത്തിൽ പോയത്. അല്ലെ? മത്തായി 7:23 എന്താ പറഞ്ഞത്? പ്രസംഗിക്കുകയും പ്രവചിക്കുകയും
വലിയ അത്ഭുതമൊക്കെ പ്രവർത്തിക്കുന്നവൻ നരകത്തിൽ പോകും. അപ്പൊ കൃപാവരങ്ങൾ വെച്ചിട്ടല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ കഴിവുകൾ നോക്കിയിട്ടല്ല. ബുദ്ധിയിൽ എൻ്റെ ഉപദേശം ശരിയാണോ? അല്ലല്ല. അപ്പസ്തോലിക ഉപദേശം അല്ല അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ല. ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ പ്രവൃത്തികൾ ഉളവാക്കുന്ന വിശ്വാസമുണ്ടെങ്കിലേ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റും. രക്ഷിക്കപ്പെടുത്തുന്ന ശരിയായ വിശ്വാസമുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും കാതലായ വിഷയം അതാണ്. എന്താണ് ഈ പ്രവൃത്തികൾ? അല്ലേ, ഈ ഒരു വേദഭാഗം ഉപയോഗിച്ച് പല ദുരുപദേശം തന്നെ ഉണ്ട്, അല്ലേ. ഇപ്പൊ കത്തോലിക്ക സഭയുടെ കാര്യം പറഞ്ഞു, അവർ ഈ വേദവാക്യമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നീതീകരണ വിശ്വാസത്താലൊന്നും അല്ല പ്രവൃത്തികൾ. എന്നിട്ട് അവർ പറയുന്ന പ്രവൃത്തികൾ എന്തുവാ? മാതാവിന്റെ മുമ്പിൽ പോയി കുമ്പിടണം, മെഴുകുതിരി കത്തിക്കണം, അല്ലയോ, അങ്ങനെ കുറെ ദിവ്യബലി കഴിക്കണം. ഇങ്ങനെ അവരുടെ വായി തോന്നി അതൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്ന പ്രവൃത്തികൾ ഏത് പ്രവൃത്തികളാണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തികളാണ്. അതേത് പ്രവൃത്തികളാണ്? നിങ്ങൾ ഇതിനെ നോക്കിക്കുക. ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ സഹോദര സ്നേഹത്തെ കുറിച്ചാണ്, അല്ലെ. നമ്മൾ നേരത്തെ യാക്കോബിന്റെ ഒന്നിക്കണ്ട അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിരാലംബരായിട്ടുള്ള, സഹായിക്കുവാൻ ആരും ഇല്ലാത്തവരെ സഹായിക്കുന്ന സഹോദര സ്നേഹം. രണ്ടാമതായിട്ട് അബ്രഹാമിന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അബ്രഹാം എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് ലഭിച്ചു. യാക്കോബിന്റെ 1 അവസാനം പറഞ്ഞിരിക്കുകയാണ്, ലോകത്താലുള്ള കളങ്കം പറ്റാത്ത വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളണം. അതാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കടക്കുമ്പോൾ കാണും, ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാകുന്നു. ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി എന്ന് പറഞ്ഞാൽ ലോകത്തെ സ്നേഹിച്ചില്ല. എല്ലാത്തിനേക്കാളും തന്റെ ഏറ്റവും പ്രിയപുത്രനായ ഇസഹാക്കിനേക്കാളും മേലായിട്ട് അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. അപ്പൊ അത് തന്നെ 1-ന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ലോകസ്നേഹം വിട്ടുള്ള ദൈവത്തോടുള്ള ആരാധനയാണ് അബ്രഹാമിന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു വരുന്നത്. മൂന്നാമതായിട്ട് റാഹാബിന്റെ കാര്യം. റാഹാബിന്റെ ആ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ പറയാം, റാഹാബ് തന്റെ വിശ്വാസം തെളിയിച്ച പ്രവൃത്തിയെല്ലാം തന്റെ അധരങ്ങളിൽ കൂടെയാണ്. താൻ യഹോവയെ ഏറ്റുപറഞ്ഞതും യഹോവയോട് അഭ്യർത്ഥിച്ചതും രക്ഷയ്ക്കായിട്ട് അഭ്യർത്ഥിച്ചതും ഈ ഒറ്റുകാരെ ഒക്കെ സംരക്ഷിച്ചതും എല്ലാം തന്റെ ഉപയോഗിച്ചാണ്. ആ വായിലൂടെ താൻ തെളിയിച്ചു, ഞാൻ കർത്താവിനോട് കീഴ്പ്പെട്ടവളാണെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ 3 ഫലങ്ങളുണ്ടല്ലോ, നിർവ്യാജ ഭക്തിയുടെ ഫലങ്ങൾ, ആ ഫലങ്ങൾ തന്നെയാണ് ഈ വേദഭാഗത്തിലും യാക്കോബ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. താഴ്മ, വിശുദ്ധി, സഹോദര സ്നേഹം. ആ പ്രവൃത്തികൾ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രവൃത്തികൾ നമുക്ക് ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് ഒന്ന് ധ്യാനിക്കാം, വിശദീകരിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന സഹോദര സ്നേഹം തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഏറ്റവും നിരാലംബരായിട്ടുള്ളവരെ, അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നഗ്നനും അഹോവൃത്തിക്ക് വകയുമില്ലാത്ത, അല്ലാതെ അല്പം പൈസ കുറഞ്ഞു എന്ന് പറയുന്നവരല്ല, അല്ലെ. ബാങ്കിലൊക്കെ കുറച്ച് പൈസയുള്ള, അങ്ങനെ കുറച്ച് ദരിദ്ര, ഏറ്റവും പ്രയാസപ്പെട്ടിരിക്കുന്ന. അതുകൊണ്ടാണ് 1-ാമത്തെ അധ്യായത്തിൽ അവസാനം പറഞ്ഞിരിക്കുന്ന കൂട്ടര് ആരാണ്? അനാഥരും വിധവമാരും. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ്, അനാഥരും വിധവമാരും പരദേശികളും. ഈ 3 കൂട്ടരെ ഒരുമിച്ചിട്ട് കർത്താവ് ആവർത്തന പുസ്തകത്തിലൊക്കെ, ആവർത്തന പുസ്തകം, പുറപ്പാട് പുസ്തകം, എല്ലാത്തിടത്തും ദൈവം കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്. നിന്റെ കൂട്ടത്തിലുള്ള അനാഥരെയും വിധവമാരെയും പരദേശികളെയും നീ ഒരു രീതിയിലും ചൂഷണം ചെയ്യരുത്. എന്താ ഇവരുടെ ഒരു ഗുണം? അനാഥരും വിധവമാരും പരദേശികളും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭാഷയെ പറഞ്ഞ അനാഥരും വിധവമാരും ബംഗാളികളും. അതാണ് പരദേശി. നമ്മുടെ നാട്ടിൽ കിടക്കുന്നു, അവന് ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ 3 കൂട്ടർക്കും ചോദിക്കാനും പറയാനും ആരുമില്ല. അനാഥർക്ക് അപ്പനില്ല, അമ്മയില്ല, ആരും. ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് അവരെ. വിധവയ്ക്ക് തന്റെ പുരുഷൻ പോയി, ആരുമില്ല ഇനി ചോദിക്കാൻ, അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള പരദേശി ബംഗാളി, അവൻ ഇവിടെ ചൂഷണം ചെയ്ത ആർക്കും ഒരു കുഴപ്പമില്ല, അല്ലേ. അതുകൊണ്ടാണ് ഈ 3 കൂട്ടർ, അതാണ് നിരാലംബർ എന്ന് പറയുന്നത്. അശരണർ, അവർക്ക് ശരണം പ്രാപിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഇടപെടണം. അവരെ ഒരു രീതിയിലും വേദനിപ്പിക്കുവാൻ പാടില്ല. അത് ദൈവത്തിന് വളരെ കർക്കശമായ ഒരു കാര്യമാണ്. പല വാക്യങ്ങളുണ്ട്, അതെടുത്ത് ഇപ്പോൾ വായിക്കാൻ സമയമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ളവരെ, ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കാനില്ല എന്ന് പറയുന്നവരെ അവരുടെ സങ്കടത്തിൽ പോയി സഹായിക്കുന്നവനായിരിക്കണം യഥാർത്ഥ വിശ്വാസം. അവരോട് അനുകമ്പ കാണിക്കുന്നവനായിരിക്കണം, അവരോട് സഹോദരപ്രീതി കാണിക്കുന്ന വ്യക്തിയായിരിക്കണം. നേരത്തെ പ്രബോധനത്തിൽ വായിച്ചു കേട്ടതാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 3:16 മുതൽ 18. 1 യോഹന്നാൻ 3:16-18. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വറ്റിക്കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. കേട്ടോ, എല്ലാരും കേട്ടോ, നമ്മൾ സ്നേഹം എങ്ങനെ അറിഞ്ഞ്
എന്തുവാ ഈ സ്നേഹം എന്ന് എങ്ങനെ അറിഞ്ഞ്? യോഹന്നാൻ 3:16 പറഞ്ഞിരിക്കുന്നത് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, അവൻ നമുക്ക് വേണ്ടി അവന്റെ ജീവനെ നൽകിയിരിക്കുകയാൽ ക്രോശ് നോക്കിയാൽ മതി നമുക്കറിയാം എന്തുവാ സ്നേഹം, അല്ലെ? സ്നേഹത്തിന്റെ നിർവചനം, സ്നേഹത്തിന്റെ മാനദണ്ഡം യേശു ക്രിസ്തു ക്രൂശിലൂടെ തെളിയിച്ചു. എന്താണ്? തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി താൻ ജീവൻ വെടിഞ്ഞു. അങ്ങനെ നമ്മൾ സ്നേഹം അറിഞ്ഞിരിക്കുന്നു. ഇനി അറിഞ്ഞോണ്ടിരുന്നാൽ മാത്രം മതിയോ? പറഞ്ഞോണ്ടിരുന്നാൽ മാത്രം മതിയോ? അല്ല. ഈ യോഹന്നാൻ 3:16 കാണാൻ പഠിക്കും. 1 യോഹന്നാൻ 3:16 കാണാൻ പഠിക്കാറില്ല ആരും. ആർക്കും അറിഞ്ഞും കൂടാ. എന്താ? യോഹന്നാൻ 3:16 മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ഇനി നമ്മൾ വില കൊടുത്ത് നമ്മുടെ ജീവൻ സഹോദരങ്ങൾക്കായിട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളും ക്രൂശിൽ കയറി മരിച്ച അവർക്ക് രക്ഷകനാകണമെന്നല്ല, അത് പറ്റത്തുമില്ല. പിന്നെന്താണ്? അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കണം. അവനൊരു നന്മ ഉണ്ടാകുമെങ്കിൽ ഞാൻ കഷ്ടം സഹിക്കാം. അത് ചിലപ്പോൾ എൻ്റെ സമയമായിരിക്കാം, എൻ്റെ സാമ്പത്തികമായിരിക്കാം, എൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം, മെനക്കേടായിരിക്കാം, അല്ലേ? എൻ്റെ വീട്ടിലെ ഒരു റൂം അവർക്ക് കൊടുക്കുന്നതായിരിക്കാം, എനിക്ക് ആവശ്യമില്ലാത്ത കുറേ തുണികളെടുത്ത് അവർക്ക് കൊടുക്കുന്നതായിരിക്കാം, എന്ത് വേണേ ആകാം. ഞാൻ വില കൊടുത്ത് അവർക്ക് നന്മ വരും, എനിക്ക് വേദനയും തരും. അതാണ് എന്ത്? സ്നേഹം, അല്ലെ? അപ്പനമ്മമാർക്കൊക്കെ അറിഞ്ഞൂടെ, നിങ്ങൾക്കൊക്കെ വേദനയോടാണ് നിങ്ങൾ പിള്ളേരെ നോക്കുന്നത്, അല്ലെ? അല്ലാതെ സുഖമല്ല, അല്ലേ? രാത്രി ഉറങ്ങുമ്പോൾ കിടന്ന് പറഞ്ഞ് കരയും, അല്ലേ? ഇപ്പോൾ ഉറക്കം കളഞ്ഞേച്ച് അതിനെ നോക്കണം. അതിന് ഉറക്കം കിട്ടി, നമുക്ക് ഉറക്കം പോയി, അല്ലേ? അല്ലാതെ എന്താ പറയാ, ഈ പാരന്റിങ്, കൊച്ചുക്കളെ വളർത്തുന്ന എളുപ്പമുള്ള പരിപാടിയല്ല, അല്ലേ? വില കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ അതെന്താ പക്ഷെ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ സ്നേഹമുള്ളതുകൊണ്ട്. അതുപോലെ സഭയിൽ നമ്മൾ അന്യോന്യം സ്നേഹിക്കണം, വില കൊടുത്ത് സ്നേഹിക്കണം. അല്ല നേരത്തെ പറഞ്ഞത് ഈ കപട കെട്ടിപ്പിടുത്ത ഉമ്മ വെക്കലും അല്ല, വില കൊടുത്തു സ്നേഹിക്കണം, അല്ലേ? വായിച്ചാട്ടെ 17 മുതൽ 18. യാക്കോബ് പറഞ്ഞ പോലത്തെ ഒരു കഥ അവിടെ വീണ്ടും പറയാണ്. വസ്തുവകയൊക്കെ ഉണ്ട്, അങ്ങ് തിന്ന് കുടിച്ച് കിടക്കുക ഒരുത്തൻ, കഴുത്തറ്റം വരെ ആഹാരമൊക്കെ ഉള്ള ഒരു വ്യക്തി. മുട്ടെന്ന് പറഞ്ഞാൽ കാൽമുട്ടല്ല, മുട്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. പഴയ മലയാളത്തിൽ മുട്ടെന്ന് പറഞ്ഞാൽ അതാണ്. ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടു. മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ഈ വ്യക്തിക്ക് വിശ്വാസിയാന്ന് പറഞ്ഞോണ്ട് എങ്ങനെ നടക്കാൻ പറ്റും, അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് പല പാസ്റ്റർമാരും പുൾപിറ്റിൽ കൂടെ വിളിച്ച് പറയുന്നത്, പുറത്തോട്ടിറങ്ങുമ്പോൾ കുറെ പിച്ചക്കാരി നിൽപ്പുണ്ട്, അവരെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, ഭയങ്കര ശല്യം, എല്ലാ ആഴ്ചയും വന്ന് കൂടും. പിന്നെ നമ്മൾ പിന്നെ എന്തോന്ന് ദൈവസ്നേഹം? നമുക്ക് കാറ് പാർക്ക് ചെയ്ത് ഇറക്കുമ്പോൾ കുറെ പിച്ചക്കാരി എല്ലാ ആഴ്ചയും വന്ന് നിൽക്കുന്നത്, അത് വലിയ ശല്യമാവും. പിന്നെ ശരിയാണ്, അവരെ എപ്പോഴും സാമ്പത്തികമായി സഹായിച്ചാൽ മരിച്ചാൽ ചിലതൊക്കെ കള്ള വ്യാജ പിച്ചക്കാരന്മാരാണ്, അത് സമ്മതിച്ചു. പക്ഷേ കൊടുക്കണ്ടെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കൊടുക്കണമായിരിക്കും, ചിലപ്പോൾ പട്ടിണി കിടക്കുകയായിരിക്കും, അല്ലേ? ഈ സഭയുടെ മുമ്പിൽ വരുന്നത് തന്നെ വല്ലവരും കാണും മനസ്സലിവുള്ള. പക്ഷെ നമ്മൾ പറയുന്നത് കൊടുക്കണ്ട, അങ്ങനെ കൊടുക്കണ്ട, അങ്ങനെ ഇപ്പം അങ്ങനെ കൊടുക്കണ്ടത്, അല്ലേ? അപ്പൊ നമ്മളെന്ത് ദൈവസ്നേഹം? പിന്നെ ഈ പറയുന്ന ആരാണ്? നിറച്ച് ബാങ്ക് ബാലൻസും, അല്ലേ? കഴിച്ചിട്ട് പിന്നെ ബാക്കി വന്നതെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി മൈക്രോവേവ് കൂടെ ഇങ്ങനെ കടത്തി വിടുന്ന ഫാക്ടറികളുള്ള ആൾക്കാരാണ്, ഉടമസ്ഥരാണ് ഈ പറയുന്നത്. അവർക്കൊന്നും ഒന്നും കൊടുക്കണ്ട, അല്ലേ? അപ്പൊ പിന്നെ എന്ത്? അപ്പൊ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് എന്ത് സ്നേഹം? നിങ്ങൾ എന്നിട്ട് വാദോരോതെ കിടന്ന് ദൈവസ്നേഹത്തെ കുറിച്ച് പാട്ട് പാടുന്നു, കൈയടിക്കുന്നു, ബോളം വെക്കുന്നു. ദൈവം പറയുന്ന മക്കളെ ഒരു ദൈവസ്നേഹവും ഇല്ല. ഇതൊക്കെ വെറും കപടത, ഇതൊക്കെ വെറും വ്യാജം, അല്ലെ? ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു, ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാണ്, സ്വർഗത്തിൽ നിന്നോട് അങ്ങ് ഭയങ്കര പ്രസംഗം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ, അയ്യോ എനിക്ക് താലോലിക്കണം. ക്രൂശി വരത്തില്ല. നമ്മളെന്ത് പറയും? കർത്താവ് ആദ്യം ക്രൂശി മരിക്കുക, എന്നിട്ട് ദൈവസ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കുക, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് ആദ്യം പ്രവർത്തിച്ച പിന്നെ പ്രസംഗിക്കുന്നത്, അല്ലേ? അവൻ ക്രൂശി മരിച്ചു കഴിഞ്ഞിട്ട് സുവിശേഷം ഭൂലോകം പോയി പ്രസംഗിക്കാനാണ് കർത്താവ് പറഞ്ഞത്. എല്ലാം ചെയ്തു കഴിഞ്ഞു, ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു, അല്ലേ? പ്രവർത്തിച്ച സ്നേഹമാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നഗ്നനും അഹവൃത്തിക്ക് വകയില്ലാത്തവനും വരുമ്പോൾ സമാധാനത്തോടെ പൊക്കോ, വിശപ്പടക്കിക്കോ, നിങ്ങൾ തന്നെ എങ്ങനെയും ഒക്കെ നോക്കിക്കോ. സദൃശ്യവാക്യം 3:27. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. പ്രാപ്തിയുള്ളപ്പോൾ, നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ലോകത്തിൽ നല്ല പ്രാപ്തിയുള്ള വ്യക്തി, അല്ലെ? പക്ഷെ തന്റെ സഹോദരന് ഒരു വകയില്ലാത്തപ്പോൾ മനസ്സലിഞ്ഞില്ല. നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ കണ്ടോ, യോഗ്യന്മാരായിരിക്കുന്നവർക്ക്, അതായത് ആവശ്യത്തിലിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്നെ കൊണ്ട് കഴിയായിരുന്നു, ഇപ്പൊ നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യമല്ല ഈ ചോദിക്കുന്നത്, അല്ലെ? പക്ഷെ നിനക്ക് കഴിയാമായിരുന്ന സഹായം പോലും നീ ചെയ്യുന്നില്ല, അല്ലെ? ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരൻ അഹോവൃത്തിക്ക് വകയില്ലാതിരിക്കുമ്പോൾ നിങ്ങളിൽ ഒരുത്തം പറയാ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ തുറന്നു പറയുന്നതിന് പകരം അതിന്
കുറച്ച് ആത്മീയവൽക്കരിച്ച് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പൊക്കോ സഹോദര സമാധാനം എന്ന് പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒഴിവും ഇതാ അല്ലേ. പക്ഷെ നമുക്ക് സഹായിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ മെനക്കെടാൻ വയ്യ, ക്രൂശി മരിക്കാൻ വയ്യ, നമുക്ക് വില കൊടുക്കാൻ വയ്യ. അങ്ങനെ വില കൊടുത്തുള്ള സ്നേഹമൊന്നും നമുക്ക് വേണ്ട. അപ്പൊ പഴയ നിയമത്തില് സദൃശ്യവാക്യം 3:27 പറഞ്ഞിരിക്കുന്നത് നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ. എന്നാൽ പുതിയ നിയമത്തിൽ അതിന്റെ അപ്പുറം അതറിയാമോ? 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-5. 2 കൊരിന്ത്യർ 8 ശരിയായ വിശ്വാസികളുടെ ദൃഷ്ടാന്തം കേട്ടാട്ടെ. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് മക്കെദോന്യ സഭയ്ക്ക് ഇതുപോലെ ദൈവകൃപ. അവർ ശരിക്കും രക്ഷിക്കപ്പെട്ടവരാ കേട്ടോ. അവർക്ക് ഭയങ്കര ദൈവകൃപയുണ്ട്. കാരണം എന്താ? കഷ്ടത എന്ന കഠിന ശോധനയിൽ കണ്ടോ. അതായത് വലിയ സാമ്പത്തികമൊന്നുമില്ല, വളരെ പാവപ്പെട്ടവര് അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കണ്ടോ. അല്ലാതെ വലിയ പണക്കാരനല്ല ഇവിടെ പൈസ കൊടുക്കുന്നത്. മക്കെദോന്യ സഭക്കാർക്ക് ദൈവമക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷ സമൃദ്ധിയിൽ അവർ ദരിദ്രന്മാരാണെ പോലും ധാരാളം ഔദാര്യം ചെയ്തെന്ന് കണ്ടോ. തുറന്ന് വായിച്ചാട്ടെ, 5 വരെ വായിച്ചാട്ടെ. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ അപ്പോസ്തലൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾക്കോ ഇല്ല, നിങ്ങൾ വെറും പാവപ്പെട്ടവര്, നിങ്ങൾ തരുമൊന്നും വേണ്ട. ഈ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് യഹൂദ്യ സഭയ്ക്ക്, യെരുശലേമിലെ സഭയ്ക്ക് ക്ഷാമം വന്നിരിക്കുകയാണ്. അപ്പൊ യെരുശലേമിൽ ക്ഷാമം, ജാതീയ സഭക്കാർ ഇത് കേട്ടപ്പോൾ അവരിങ്ങനെ കെഞ്ചുകയാണ് അപ്പോസ്തലന്റെ അടുത്ത്, ഞങ്ങൾക്ക് കൊടുക്കണം. അയ്യോ, നിങ്ങൾക്ക് പോലും വകയില്ല കഴിക്കാൻ. മഹാദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മുടെ കൂട്ടത്തിലെ പാവപ്പെട്ടവർക്ക് പോലും അറിഞ്ഞൂടാ. ഇന്നത്തെ കാലത്തൊന്നും മഹാദാരിദ്ര്യമൊന്നും നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ചിന്തിക്കാൻ പറ്റാത്ത കൂട്ടർ വന്നിട്ട് അപ്പോസ്തലന്റെ കൈ പിടിച്ചു, അയ്യോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തന്ന് സഹായിക്കണം. എന്തോ അതിന് കാരണം? സന്തോഷ സമൃദ്ധി എന്ന്. നമ്മൾ പറയും തലയ്ക്ക് വട്ടെന്ന്. പക്ഷെ അവരെന്താണ്? ആത്മീയരായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഹോദരപ്രീതി. ഇപ്പൊ ഞാൻ പൊട്ടി പാളീസായിരിക്കണല്ലോ, എൻ്റെ ചേട്ടൻ എന്തെങ്കിലും ഞാൻ ഓടിപ്പോകത്തില്ലേ, എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞ പോലെ അവർക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അപ്പൊ അവര് കെഞ്ചി അപേക്ഷിച്ചിട്ട് കണ്ടോ. സദൃശ്യവാക്യത്തിൽ വായിച്ചെന്തായിരുന്നു? നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ സഹായിക്കാതിരിക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ, പ്രാപ്തിക്കു മീതെ, അവരെ കൊണ്ട് കഴിയുന്നതിനും അപ്പുറത്ത്. എങ്ങനെയാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയൊക്കെയോ അവരെ സ്വരൂപിച്ച് സ്വമേധ. അല്ലാതെ ഈ ചില പ്രസംഗരുണ്ടോ, നിങ്ങൾ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ 10 ഇരട്ടി കിട്ടും അല്ലെ. ഈ വഴിവക്കത്തൊക്കെ ഈ ചീട്ടുകളിക്കാർ പറയുമല്ലോ, വെയ്രാജാവേ 10 വെച്ച 20, 10 വെച്ച 20, 20 വെച്ച 30. ഇങ്ങനത്തെ പ്രസംഗന്മാരാണ് ദൈവത്തെ വിറ്റ് ജീവിക്കുന്നവന്മാര്. നിങ്ങൾ 100 രൂപ ഇട്ടാൽ അത് 1000 ആകും. അങ്ങനെ ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ല. ഇവര് സ്വമേധ, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്വമേധ കൊടുത്തു എന്ന്. വായിച്ചാട്ടെ. ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. പൈസ കൊടുക്കുന്നതിന് മുമ്പ് അവരൊരു കാര്യം ചെയ്തു, തങ്ങളെ തന്നെ ദൈവത്തിനും പിന്നെ പൈസ ദൈവത്തിന് കൊടുത്തത്. ഇതും പ്രസംഗന്മാർ പറയാറില്ല. നീ എങ്ങനെയോ തോന്നിവാസം ജീവിച്ചോ, പൈസ ഇങ്ങ് തന്നേരെ. കാരണം പ്രസംഗന് വീട്ടിൽ കൊണ്ടുപോകണം, പൈസ കൊണ്ടുപോയി ബിരിയാണി അടിക്കാൻ അല്ലേ. അതല്ല, ഞങ്ങൾ വിചാരിച്ച പോലല്ല. ആദ്യം അവര് ദൈവത്തിന് ഏൽപ്പിച്ചു, പിന്നീട് അവർ പൈസ അപ്പോസ്തലന് കൊടുത്തു. കണ്ടോ, ഇത് ആരാ ചെയ്തേ? മഹാദാരിദ്ര്യത്തിൽ കിടക്കുന്നവർ അല്ലേ. അപ്പൊ ഇത് AC ഹോളിനോട് മാത്രം പ്രസംഗിച്ചാൽ പോരെ, നമുക്കും ഇതൊക്കെ ബാധകമാണ്. സഹോദര സ്നേഹം പ്രാപ്തിക്ക് ഒത്തവണ്ണവും പ്രാപ്തിക്ക് അപ്പുറത്തും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെ ഭക്തന്മാർ ഇത് അങ്ങനെ ചെയ്തവരാണ്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. വാക്കുകൾക്ക്, പ്രസംഗത്തിനും പറച്ചിലിനും അപ്പുറത്ത് നമുക്ക് സഹോദരങ്ങളോട് സ്നേഹമുണ്ടോ? യോഗം കഴിഞ്ഞ് സഹോദര സ്നേഹമുണ്ടോ അല്ലേ? ഈ യോഗത്തിന് വാ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ, അതോ യോഗത്തിനപ്പുറത്ത് നമുക്ക് ബന്ധമുണ്ടോ അല്ലേ? അതൊരു വലിയ ചോദ്യമാണ്. ഞാൻ അമേരിക്കൻ തിരിച്ചു വന്ന സമയത്ത് ഞാനൊരു ശുശ്രൂഷ കേരളത്തിൽ ആരംഭിച്ചു. അതിൻ്റെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയായി ചെയ്യുന്നില്ല. ഞാൻ പാസ്റ്റർമാരെ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എവിടെയായി ട്രെയിനിങ് അങ്ങനെ ഒരിടത്തും ഇല്ല. അത് വ്യക്തിബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ട്രെയിനിങ് ആണ്, അല്ലാതെ ക്ലാസ് റൂം അല്ല. ഒരു യോഗമേ ഇല്ല. ഇനി യോഗം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. 3 വർഷമായി മിനിസ്ട്രി തുടങ്ങിയിട്ട്. യോഗം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. യോഗത്തിനപ്പുറത്താണ് ബന്ധം
ഒരു സന്തത സഹചാരി പോലെ ഞാൻ അവരുടെ കൂടെ നടക്കുകയാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. വീട്ടിലെ പ്രശ്നം, നാട്ടിലെ പ്രശ്നം, സഭയിലെ പ്രശ്നം, അവരുടെ ഒരു ചേട്ടനെ പോലെ, ഒരു അനിയനെ പോലെ കൂടെ നടക്കും. അത് സഹോദര ബന്ധത്തിലുള്ള ശിഷ്യത്വ ശുശ്രൂഷയാണ്. അല്ലെ, യേശു ക്രിസ്തു ശീമോൻ പത്രോസിനെ എങ്ങനെയാണ് ശിഷ്യത്വത്തിൽ വളർത്തിയത്? യോഗത്തിന് വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രോസെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോരെ എന്നാണ് പറഞ്ഞത്. ഒരു മീറ്റിങ്ങും ഇല്ല, നീ എൻ്റെ കൂടെ പോരെ, നീ എന്നെ അനുഗമിക്കുക. അല്ലെ, കൂടെ നടക്കുമ്പം ശിഷ്യത്വം സംഭവിക്കും. ഇന്ന് നമ്മുടെ സഭയിൽ പലർക്കും യോഗത്തിന് വാ, യോഗം കഴിയുമ്പോൾ പൊക്കോ ഇവിടെ ഇനിയൊന്നുമില്ല. അല്ലെ, നിങ്ങൾ പിന്നെ പൈസ ഇങ്ങോട്ട് ഇട്ടേച്ച് പോക്കോ. അല്ലെ, ഇതല്ല ശരിക്കുള്ള ദൈവസഭ. ദൈവസഭ എന്താണ്? കുടുംബമാണ്. യോഗത്തിലും യോഗത്തിന് പുറത്തും നമ്മൾ സഹോദരങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, സ്നാനപ്പെട്ട വ്യക്തികൾക്ക് പുതിയൊരു സമൂഹമുണ്ട്. പിന്നെ അവരെന്താ ചെയ്യുന്നത്? കൂട്ടായ്മ ആചരിക്കും. എന്താ കൂട്ടായ്മ ആചരിക്കുക? നിങ്ങളുടെ പ്രശ്നം എൻ്റെ പ്രശ്നം, എൻ്റെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം, നമ്മളെല്ലാം ഒന്നാണ്. ഇനി നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ കുടുംബമാണ്. അങ്ങനെ ഈ വാക്കുകൾക്കും പറച്ചിലുകൾക്കും ബൈബിൾ സ്റ്റഡിക്കും സൺഡേ പ്രസംഗത്തിനും ഒക്കെ അപ്പുറത്ത് നമ്മൾ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടോ? ഞാൻ എന്നോടും ചോദിക്കുക, നമ്മൾ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ശരിയായ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന്? അയ്യോ ബ്രദർ ഭയങ്കര പ്രസംഗനല്ലയോ, എല്ലാ സൺഡേ വന്ന് ഇവിടെ പ്രസംഗിക്കാറുണ്ട്, എല്ലാ ബൈബിൾ സ്റ്റഡി ഭയങ്കര പഠിപ്പിക്കാറുണ്ട്, ഇപ്പൊ പിന്നെ ബ്രദർ വിശ്വാസിയാ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുപോലത്തെ പല ബ്രദർമാരും നരകത്തിൽ കാണും. മത്തായി 7:23 വായിച്ചാൽ ഇതുപോലൊക്കെ പല ബ്രദർമാരും, അവിടെ ബ്രദർമാർക്ക് അങ്ങോട്ട് ഇരുന്നോട്ട് വാക്യമൊക്കെ കോട്ട് ചെയ്യാം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നരകത്തിൽ ഇങ്ങനെ ചൂടൊന്നും മറ്റേ വാക്യത്തിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു, നീ അല്ലേടാ ഉടക്കിയത് എന്ന് പറഞ്ഞാൽ അവിടെ അപ്പോഴും വാഗ്വാദമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് പ്രസംഗിക്കാൻ അറിയാവുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ പല പാസ്റ്റർമാരും അവിടെ കാണും. അവരിന്ന് തകർത്ത് പ്രസംഗിക്കുന്നുണ്ടായിരിക്കും, കൺവെൻഷനിലുണ്ടായിരിക്കും, യൂട്യൂബ് ലൈവിലുണ്ടായിരിക്കും, നരകത്തിൽ കാണും. ഇത് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല, കാരണം ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന കൂട്ടരാണ് അവർ. അല്ലേ, മത്തായി 7:23 എടുത്ത് വായിച്ചാൽ മതി. വലിയ പ്രസംഗകരും വലിയ അത്ഭുതമൊക്കെ ചെയ്യുന്നവരാണ് അവിടെ പോകുന്നത്. സാധാരണ പ്രസംഗം പോലും അല്ല, വലിയ വൻ കാര്യങ്ങൾ ചെയ്യുന്നവർ. കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ. അല്ലേ, അത് ലൂക്കോസിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊന്നും വെച്ചല്ല അളക്കേണ്ടത്. എനിക്ക് ശരിയായ നീതീകരണം ഉറപ്പാക്കുന്ന വിശ്വാസമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒന്നാമത് ഞാൻ ചോദിക്കേണ്ടത്, എനിക്ക് സഹോദരന്മാരോട് മനസ്സലിവും കരുണയും കരുതലും ഒക്കെ ഉണ്ടോ? അലിവുണ്ടോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതായിരുന്നു മനസ്സ് അലിയുന്ന വിശ്വാസം. അല്ലേ, നമ്മൾ ഈ പറഞ്ഞ അനാഥരെയും ഈ ആലംബഹീനർ, അല്ലെ, വിധവമാർ, അങ്ങനത്തെ പലരും ഉണ്ട് കഷ്ടതയിലൂടെ കടന്ന്. അവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ള് അലിയുന്നുണ്ടോ? പിന്നെന്തോ ദൈവത്തെ അറിയുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്, അലിയുന്നുണ്ടോ? അതാണ് പ്രശ്നം. അല്ലേ, നേരത്തെ സഹോദരൻ പ്രബോധനത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രസംഗത്തിൽ കൂടെ ഉള്ള സുവിശേഷീകരണമേ ഉള്ളൂ. നമ്മുടെ ജീവിതം കണ്ടിട്ട് ആളുകൾ പറയുമോ ഇവർക്ക് ശരിക്കും ദൈവസ്നേഹം ഇവർ ഗ്രഹിച്ചു, ഇങ്ങനൊരു കൂട്ടർ വേറെ ഇല്ല, ഒരു സ്വർഗീയ സ്നേഹം രുചിച്ചറിഞ്ഞവരാന്ന് പറയുമോ? പറയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സഹോദര സ്നേഹം, ഈ 2-ാം അധ്യായം മുഴുവൻ അതിനെക്കുറിച്ചാണ്. സഹോദര സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതാണ് ശരിയായ വിശ്വാസത്തിന്റെ ലക്ഷണം, അല്ലെ, അതിന്റെ ഒരു ഫലം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേഗത്തിൽ നീങ്ങാം, സമയം കടന്നു പോകുന്നു. അബ്രഹാമിന്റെ ജീവിതം നമുക്കൊന്ന് നോക്കാം. ഈ പറഞ്ഞ സംഭവം, അവൻ ഇസഹാക്കിനെ യാഗപീഠത്തിൽ കഴിച്ച ആ സംഭവം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 5 വരെ. വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രവൃത്തിയായിട്ട്, ഇവിടെ ഭക്തിയുടെ രണ്ടാമത്തെ പ്രവൃത്തിയായി പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടുള്ള പരിപൂർണ സ്നേഹം, അല്ലേ? അതൊന്ന് നോക്കാം. ഉൽപ്പത്തി 22, 1 മുതൽ 5. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിനെ ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് നിന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് വിളിച്ചു. അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് സോപ്പിട്ട് കെട്ടി ബാല്യക്കാരൻ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുത്തി ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ ഇവിടെ കണ്ടോ, അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു, അല്ലെ? നമ്മൾ ഈ പരീക്ഷ എന്ന് പറഞ്ഞ വിഷയമാണ് യാക്കോബിന്റെ ലേഖനം തുടങ്ങുന്നത്. അങ്ങനെ വിശ്വാസത്തിന്റെ ഒരു പരീക്ഷ അബ്രഹാമിന് കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു.
പക്ഷെ അപ്പൊ ഈ പരീക്ഷ വളരെ കഠിനമായിരുന്നു. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഏകജാതനായ മകൻ, നീ സ്നേഹിക്കുന്ന മകനായ ഇസഹാക്കിനെ നീ ഞാൻ പറയുന്ന ഒരു മലയിൽ പോയി യാഗം കഴിക്കണം. അടുത്ത വാക്യം, അബ്രഹാം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് അതിനങ്ങ് പോവുക. അല്ലാതെ അവിടെ ചിന്തിച്ച് നിൽക്കാനൊന്നും സമയമെടുക്കുന്നില്ല. മാത്രമല്ല 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മോറിയ മലയിൽ എത്തുന്നത്, അല്ലേ? അല്ലാതെ നിന്റെ വീട്ടിന്റെ ബാക്കിൽ പോയിട്ട് ആ നനയ്ക്കുന്ന കല്ലിലിട്ടങ്ങ് യാഗം കഴിക്കാനല്ല പറഞ്ഞത്, അല്ലേ? ചിലപ്പോൾ നമുക്ക് ഈ അനുസരണം, നമുക്ക് ഈ വികാരം കൂടുമ്പോൾ പെട്ടെന്നൊക്കെ ചിലപ്പോൾ അനുസരണമൊക്കെ സംഭവിച്ചെന്നിരിക്കും. സമയം കൊടുക്കും തോറും ശരിയായ അനുസരണമാണോ അല്ലേ എന്നറിയാൻ പറ്റും. വികാരമൊക്കെ പോയി, അല്ലേ? ഈ 3 ദിവസം യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ പല പല ചിന്തകൾ കടന്നു വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടി കിഴിച്ച്, ഇത് വേണോ, ഇത് ശരിക്കും ദൈവം തന്നെ ആയിരുന്നു, എന്തിനാ ദൈവം തന്നെ തന്ന വാഗ്ദത്ത പുത്രനല്ലേ, 25 വർഷം കാത്തിരുന്നവനല്ലേ, ഇങ്ങനെയൊക്കെ പല ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ടും 3 ദിവസം കഴിഞ്ഞപ്പോൾ ആട് കൊടുക്കാൻ തന്നെ റെഡിയാകണ്ടോ. അപ്പോൾ ആ സമയം, കാലതാമസം പലപ്പോഴും ദൈവം നൽകുന്നത് നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെറും എന്താ പറയുക, വികാരഭരിതമായ ഒരു അനുസരണമല്ലായിരുന്നു. തനിക്ക് ശരിക്കും സമയം, നല്ല സമയം കിട്ടി ചിന്തിച്ച് ആഴത്തിലൊരു തീരുമാനമെടുക്കുവാൻ. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ അവിടെ കൂടെ വന്ന വേലക്കാരോടൊക്കെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാനും എൻ്റെ പൈതലും എൻ്റെ മകനും മലയിൽ പോയി എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആരാധിച്ചിട്ട് വരാമെന്ന്. നമ്മുടെ ബൈബിളില് ഈ ആരാധന എന്ന വാക്ക് ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്യത്തിലാണ്. ഉൽപ്പത്തി 22:5 പരിശുദ്ധാത്മാവ് ആരാധന എന്നുള്ള വാക്ക് ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നമുക്ക് ഈ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം എന്തോ പാട്ടൊക്കെ പാടി കൈയൊക്കെ അടിച്ച് ഇങ്ങനെ ബഹളം വെക്കുന്നതാണ്. ഇവിടെ പാട്ടില്ല, കയ്യടിയില്ല, ബഹളവും ഇല്ല. പക്ഷെ അതാണ് ആരാധനയുടെ ഉൽപ്പത്തി. ആരാധനയുടെ തുടക്കം ഇവിടാണ്. എന്താണ് ആരാധന? അപ്പോൾ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ പോയിട്ട് താൻ പ്രസ്താവിക്കുകയാണ്, ദൈവമേ, ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മകനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ മകനെ കൊല്ലും, അല്ലേ? അപ്പോഴാണ് പരിശുദ്ധാത്മാവ് എഴുതി ഈ പ്രവൃത്തിക്ക് ഒരു പേരിടാം, ആരാധന. ഇന്ന് നമ്മൾ അതിനെ തരം താഴ്ത്തി ചുമ്മാ കുറെ പാട്ടൊക്കെ പാടുന്നു, ചുമ്മാ കുറെ കൈയൊക്കെ അടിക്കുന്നു, കുറെ ബഹളം വെക്കുന്നു, അല്ലേ? ഈ ഹൃദയം എങ്ങനായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അല്ലേ? അതല്ല ആരാധന. കേട്ടോ, സത്യാരാധന എന്താണ്? സകലത്തിനും മേലായ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അത് തന്നെയാണ് നമ്മൾ യാക്കോബിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തീർന്ന ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ജീവകിരീടം അവന് കൊടുക്കും. കണ്ടോ, പരീക്ഷ പാസ്സാകുന്നവർ ആ ഒരൊറ്റ കൂട്ടരാണ്. പഴയ നിയമമായാലും പുതിയ നിയമമായാലും വിശ്വാസത്തിന്റെ പരിശോധന പാസ്സാകുന്ന ഒരേ ഒരു കൂട്ടരാണ്. സകലത്തിനും മീതെ ദൈവത്തെ സ്നേഹിക്കണം. ഏത് അനുഗ്രഹവും എടുത്ത് യാഗത്തിൽ വെച്ച് കത്തിക്കുവാൻ തയ്യാറാണ്. അതൊരു വ്യക്തിയാകാം, ഒരു വസ്തുവാകാം, എന്തുമാകാം. ഞാൻ യാഗം കഴിച്ച് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കും. കാരണം ദൈവമാണ് എനിക്ക് എല്ലാത്തിനും മേലായത്, എൻ്റെ സ്വന്തം ജീവനേക്കാളും വലുത് അവൻ തന്നെ എന്ന് പ്രസ്താവിക്കുന്നതിനെയാണ് നമ്മൾ ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ 10 മുതൽ 12 കർത്താവിൻ്റെ മറുപടി. അതും കൂടെ വായിച്ച് കേൾക്കാം. 10 മുതൽ 12. യാഗം കഴിക്കാനൊക്കെ ആയിട്ട് റെഡിയായി അബ്രഹാം ദാ കത്തിയൊക്കെ എടുക്കാൻ പോവാണ്. കൈ നീട്ടി അറക്കുവാനായിട്ട് താൻ പോവുകയാണ്. ബാലന്റെ മേൽ ഇനി കൈ വെക്കരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു. കണ്ടോ, ഇപ്പോൾ ദൈവത്തിന് ബോധ്യമായി ഇവൻ ദൈവത്തെ ഭയപ്പെടുന്നു. എങ്ങനെ മനസ്സിലായി? അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ, 12-ാം വാക്യത്തില് നിന്റെ ഏകജാതനായ മകൻ. എന്നാൽ 2-ാമത്തെ വാക്യത്തിൽ എങ്ങനെ ഇസഹാക്കിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്? നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന മകൻ, അല്ലേ? 12-ാമത്തെ വാക്യത്തിൽ എത്തിയപ്പോൾ നീ സ്നേഹിക്കുന്നു എന്നുള്ളത് എടുത്ത് കളഞ്ഞു. ദൈവം പറയുന്നില്ല അത്. നീ സ്നേഹിക്കുന്നൊന്നുമില്ല, നീ എന്നെയാ സ്നേഹിക്കുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ ഇസഹാക്കിനോട് വെറുപ്പൊന്നല്ല, നിന്റെ ഹൃദയത്തിലെ പരിപൂർണ സ്നേഹവും നീ എനിക്ക് തന്നിരിക്കുന്നു. അതിനു മുമ്പ് എന്തായിരുന്നു? ഈ പരിശോധനയ്ക്ക് മുമ്പ് നീ നിന്റെ ഏകജാതനായ പുത്രനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുക.
അല്ലെ? പലപ്പോഴും ദൈവം നമ്മൾ പ്രാർത്ഥിച്ച ഒരു അനുഗ്രഹം തരും, പിന്നെ ആ അനുഗ്രഹം വിഗ്രഹമാവും. വിഗ്രഹമാകുമ്പോൾ ദൈവം പറയും, ഒരു അൽത്താര കൊണ്ടുവന്നേ, ഒരു യാഗം കൊണ്ടുവന്നേ, അല്ലേ? അപ്പോൾ പലപ്പോഴും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെയും ദൈവം തമ്മിലുള്ള ബന്ധത്തിനിടയിൽ കയറുമ്പോൾ ഈ പരിശോധന നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. അപ്പോൾ അബ്രഹാമിന് അത് കടന്നു പോകേണ്ടി വന്നു. അബ്രഹാം തെളിയിച്ചു, ദൈവമേ, ഇസഹാക്കല്ല, നീയാണ് എനിക്ക് ഏറ്റവും വലുത്, അല്ലേ? അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് നീ തെളിയിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15:6 ഉൽപ്പത്തി 15:6 അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അത് അവന് ദൈവം നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നത്. പക്ഷെ ഈ പ്രവൃത്തിയിലാണ്, ഈ വായിച്ച 22-ാം അധ്യായത്തിന്റെ സംഭവത്തിലാണ് യാക്കോബ് പറയുന്നു, അവന്റെ നീതീകരണം വെളിപ്പെട്ടു വന്നു, അവന്റെ വിശ്വാസം പൂർണ്ണമായത്, അല്ലേ? എപ്പോഴാണ് അവന്റെ വിശ്വാസം പൂർണ്ണമായത്? വിശ്വാസത്തിലൂടെ ഉളവാകുന്ന നിർവ്യാജ ഭക്തി അവൻ പ്രദർശിപ്പിച്ചപ്പോൾ. വിശ്വാസത്തിലൂടെ ഉളവാകുന്ന ഭക്തി അവൻ പ്രദർശിപ്പിച്ചപ്പോൾ ദൈവം അവന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ശരി, നീ എന്നെ ഭയപ്പെടുന്നു. ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, നിനക്കൊരു പേരും ലഭിച്ചു, നീ ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തിന്റെ സ്നേഹിതൻ. അപ്പോൾ ശരിയായ വിശ്വാസം എന്തുളവാക്കും? ഈ പറഞ്ഞ സത്യ ആരാധന ഉളവാക്കും. ആരാധനയെ മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ലൊരു വാക്യം സങ്കീർത്തനങ്ങൾ 73:25. ഒരു ഭക്തനായ മനുഷ്യൻ, ശരിക്കും ആരാധന എന്തെന്ന് മനസ്സിലാക്കിയ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഏറ്റുപറച്ചിൽ ഈ വാക്യമാണ്. സങ്കീർത്തനം 73:25. കണ്ടോ? സ്വർഗത്തിൽ നീ ഒഴികെ എനിക്ക് ആരുമില്ല, ഭൂമിയിലും ഞാൻ നിന്നെ ഒഴിച്ചിട്ട് ഒന്നും കാക്ഷിക്കുന്നില്ല, അല്ലേ? അതുകൊണ്ടാണ് മറ്റേ പാട്ടുകാരൻ പാടിയത് എങ്ങനെയാണ്? നീ ഒഴികെ ഞങ്ങൾക്കു, പാടിയാട്ടെ, സുരലോകെ ആരുണ്ടു ജീവനാഥ, നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ, നീ ഒഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ, നീ ഒഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. ആമേൻ. ഈ വാക്യ ആ പാട്ടുകാരൻ പാട്ടാക്കി മാറ്റും. എന്താണ്? സ്വർഗത്തിൽ നീ മതി, ഭൂമിയിലും നീ മതി. അതാണ് ഒരു ആരാധനയ്ക്ക് കടന്നു വരുന്ന ഭക്തന്റെ ഹൃദയത്തിലെ ഏറ്റുപറച്ചിൽ. ഇത് പുതിയ നിയമത്തിലുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റുപറച്ചിൽ. ഫിലിപ്പി ലേഖനം 3:8. കേട്ടോ, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അറിവ് എത്ര ശ്രേഷ്ഠമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് എല്ലാം ഛേദം, എല്ലാം നഷ്ടം ഞാൻ എഴുതി കളയുന്നു. അതായത് ഈ ലോകത്തിലുള്ള എല്ലാം ഞാൻ നേടിയിട്ട് ക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ നഷ്ടം, നഷ്ടം, നഷ്ടം. ക്രിസ്തുവിനെ അറിയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അവനാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ ലോകത്തുള്ള ഒന്നിനെ ഞാൻ അതുപോലെ കാംക്ഷിക്കുന്നില്ല. കേട്ടോ, ഇതാണ് ഒരു ഭക്തനായ മനുഷ്യന്റെ ഹൃദയം. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മളിവിടെ വായിച്ചു, വിശ്വാസം, ശരിയായ വിശ്വാസം പ്രവൃത്തികളെ ഉളവാക്കുന്ന വിശ്വാസമാണ്. ശരിക്കും പ്രവൃത്തികളാൽ അല്ലാത്ത നീതീകരണം പ്രാപിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പ്രവൃത്തി കാണും. അവന് ദൈവമാണ് ഏറ്റവും വലുത്, അല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? കർത്താവേ, ഈ ലോകത്തെക്കാളും, ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെക്കാളും, എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ലോകസ്നേഹവും എല്ലാ ഈ പറയുന്ന എന്താ പറയാ, ഈ സ്വാർത്ഥതയൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ടോ? ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തെ ആ രീതിയിലൊന്ന് ശുദ്ധീകരിച്ച് നമ്മളെ ഭക്തന്മാരാക്കിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1:27 പറഞ്ഞിട്ടാണ് ലോകത്തിൽ നിന്ന് നമ്മളെ തന്നെ കാത്തുകൊള്ളണം. അതാണ് ഭക്തന്റെ ലക്ഷണം. ലോകത്തിൽ നിന്ന്. യാക്കോബ് 4:4 പറഞ്ഞിരിക്കുകയാണ്. അതൊന്ന് വായിച്ച യാക്കോബിന്റെ 4:4. നമ്മൾ കണ്ടിട്ടില്ല ആ വാക്യം ഇതുവരെ, അതുകൊണ്ട് അതൊന്ന് വായിച്ചു കേൾക്കാം. യാക്കോബ് 4:4. ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു.
ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അയ്യോ, ലോകത്തിന്റെ സ്നേഹിതനായാൽ ദൈവത്തിന്റെ ശത്രുവാകും. ഇവിടെ അബ്രഹാം കണ്ടോ ദൈവത്തിന്റെ സ്നേഹിതനായി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ശത്രുവായിരുന്നു. അപ്പൊ ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. അത് ഭക്തിയല്ല. എന്തോ ഈ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ലോകത്തിലുള്ളത്? 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെ വായിക്കാം, എന്നിട്ട് 16 ഒന്ന് ധ്യാനിക്കാം. 1 യോഹന്നാൻ 2:15 മുതൽ 17. വീണ്ടും അപ്പോസ്തലനായ യോഹന്നാനും ഇത് തന്നെ പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അവന് വലിയ ദൈവസ്നേഹമൊന്നുമില്ല, അവൻ ഭക്തനല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. 16-ാം വാക്യം. ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അല്ലെ? അപ്പൊ 16-ാം വാക്യം ഒന്ന് ചിന്തിച്ച്, എന്തൊക്കെയാ ലോകത്തിലുള്ളത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതൊക്കെയാണ് ലോകത്തിലുള്ള. ഈ ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഈ ലോകം എന്ന് ചിന്തിക്കും. ഇതാണ് ലോകം. ജഡമോഹത്തെ സ്നേഹിക്കരുത്, കൺമോഹത്തെ സ്നേഹിക്കരുത്, ജീവനത്തിന്റെ പ്രതാപത്തെ സ്നേഹിക്കരുത്. എന്താ ഈ ജഡമോഹം? രക്ഷിക്കപ്പെടാത്ത വ്യക്തികളുടെ മോഹങ്ങളെല്ലാം ജഡമോഹമാണ്. അല്ലെ? ദൈവം വേണ്ട, ബാക്കി എന്തൊക്കെ വേണമെന്ന് ഈ ലോകം പഠിപ്പിക്കുന്നുണ്ടോ അതൊക്കെ ജഡമോഹമാണ്. അല്ലെ? പിന്നെ കൺമോഹം, കണ്ണുകൊണ്ട് മോഹിക്കുകയാണ്. അത് കിട്ടിയാൽ കൊള്ളാം, ഇത് കിട്ടിയാൽ കൊള്ളാം. അല്ലെ? ഈ ദുരാഗ്രഹവും അതിമോഹവും ഒക്കെ ഇങ്ങനെ അന്യന്റെ ഒക്കെ വേണം. അല്ലെ? കണ്ണുകൊണ്ട് പുരുഷന്മാര് പൊതുവെ സ്ത്രീകളെ ലൈംഗികപരമായി മോഹിക്കും. സ്ത്രീകൾ കണ്ണുകൊണ്ട് വേറുള്ളവരുടെ സാരിയും അപ്പുറത്തെ വീട്ടിലെ കാറും അപ്പുറത്തെ വീടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. അല്ലെ? വസ്തുക്കളെ സാധാരണ സ്ത്രീകൾ കണ്ണുകൊണ്ട് മോഹിക്കും, സ്ത്രീകളെ അതായത് വ്യക്തികളെ സാധാരണ പുരുഷന്മാർ മോഹിക്കും. ഇത് രണ്ടും ലോകമാണ്. അല്ലെ? പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ലഭിക്കുമോ അതിലൂടെ നമ്മൾ എന്താണ് പുകഴ്ചയും മഹിമയും മേന്മയൊക്കെ കണ്ടുപിടിക്കുക. നമ്മൾ ഈ ഗമ എടുക്കുക എന്ന് പറയത്തില്ലേ, അഹങ്കരിക്കുക എന്ന് പറയത്തില്ലേ, ഞാൻ ആരാണ്, എനിക്കുള്ളത് എന്താണ്, ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുക. ഇതെല്ലാം എന്താണ്? ദൈവത്തിനെതിരെയുള്ള ശത്രുതയാണ്. കാരണം ഇതിലൊന്നും ദൈവത്തെ അല്ല നമ്മൾ ഏറ്റവും ഉപരിയായിട്ട് വിലമതിക്കുന്നത്. ദൈവം ഒന്നും വേണ്ട, ഇതൊക്കെ മതി എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ലോകം. അല്ലെ? നമ്മൾ സാധാരണ ഒരു പറച്ചിലുണ്ടല്ലോ, നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന്. ലോകമൊക്കെ ഇതിന്റെ പുറകെ, അപ്പൊ നമുക്ക് ഓടാവുന്ന ഇവരുടെ പുറകെ. ലോകം പറയുകയാണ് എല്ലാ മലയാളികളും ഇവിടെ ഒക്കെ വിട്ടേച്ച് വല്ല കാനഡയുടെ മൂലയിൽ പോയാലേ വലിയതാവത്തുള്ളൂ. അല്ലെ? ഇപ്പൊ കല്യാണാലോചനൊക്കെ കാനഡയിലാന്ന് പറഞ്ഞാൽ അവനവിടെ കക്കൂസ് കഴിയുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇവിടെ ആണ്ടൂർ കോണത്ത് കളക്ടറാണെന്ന് പറഞ്ഞാൽ അയ്യേ അതെന്തിനു കൊള്ളാം. അല്ലേ? ഇപ്പൊ അതൊന്നും അപ്പൊ ഇത് ലോകം പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഓരോന്നും. മാനദണ്ഡങ്ങളൊക്കെ മാറുന്നു, മൂല്യങ്ങളൊക്കെ മാറുന്നു. അല്ലെ? നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ നോക്കിയിട്ട് നമ്മുടെ അയൽപ്പക്കക്കാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്കും അത് ചെയ്യാം. അല്ലെ? അങ്ങനെ നമ്മള് ലോകത്തെ നോക്കി നമ്മൾ ഓരോന്ന് ചെയ്യുകയാണ്. എന്നാൽ ശരിയായ വിശ്വാസം ഇതൊന്നും വേണ്ട കർത്താവേ, നീ മാത്രം മതി, എനിക്ക് നിന്നെ കിട്ടിയ എല്ലാം കിട്ടി. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 2 പത്രോസ് 1:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 2 പത്രോസ് 1:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ വെറും കെട്ടുകഥകളൊന്നും അല്ല നിങ്ങളോട് ഈ പറഞ്ഞത്. ഈ സുവിശേഷം ചുമ്മാ ഏതെങ്കിലും മതപരമായ ഒരു സങ്കല്പമോ ഐതിഹ്യമോ ഒന്നുമല്ല. ഇതൊക്കെ ശരിക്കും സംഭവിച്ചതാണ്. ഞങ്ങൾ അതിന്റെ ദൃക്സാക്ഷികളാണ്. അതായത് കർത്താവ് 3 ശിഷ്യന്മാരെ വിളിച്ചോണ്ട് മറുരൂപ മലയുടെ മേളിൽ പോയിട്ട് തന്റെ ശരിക്കുള്ള സ്വരൂപവും സാദൃശ്യവും വെളിപ്പെടുത്തി കൊടുത്തു. അല്ലെ? നമ്മളെല്ലാവരും ആ സിനിമ കണ്ടപ്പോൾ, ജീസസ് സിനിമ കണ്ടപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അവിടെ പോയപ്പോൾ യേശുക്രിസ്തുവിന്റെ വേഷമൊക്കെ അങ്ങോട്ട് വെളുത്തങ്ങോട്ട് അങ്ങ് മഹിമ കൊണ്ട് നിറഞ്ഞു. ആ സംഭവത്തെ കുറിച്ചാണ് ഇവിടെ പത്രോസ് പറയുന്നത്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ടവനാണ്. അടുത്ത വാക്യം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് അടുത്ത വാക്യം കൂടെ വായിക്കാം. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഇത്.
കർത്താവ് മറുരൂപ മലയിൽ പോയി ഈ മഹത്വം കാണിക്കുമ്പോൾ പെട്ടെന്നൊരു മേഘം കടന്നു വന്നിട്ട് സ്വർഗത്തിൽ നിന്ന് പിതാവ് ഇത് വിളിച്ചു പറഞ്ഞു, ഇതെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നാ പത്രോസ് പറഞ്ഞിരിക്കുന്നേ? അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ആ ശബ്ദം വന്നപ്പോൾ അവൻ എന്ത് ലഭിച്ചു എന്നാ? മാനവും തേജസ്സും കർത്താവിന് ലഭിച്ചു. ലോകത്തുള്ള എല്ലാ സ്ഥലവും വാങ്ങിച്ചു കൂട്ടി തൻ്റെ മിനിസ്ട്രീസിന്റെ പേരിൽ എഴുതി എടുത്തപ്പോൾ മാനവ മഹത്വം വന്നെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാവരും കൈയടിച്ചിട്ട് ഇതുപോലൊരു പ്രസംഗം ജീവിതത്തിൽ നമ്മളാരും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴല്ല, അല്ലെ? ഏറ്റവും സ്വത്തുവകകളുള്ളപ്പോഴല്ല, എല്ലാ ആരോഗ്യം ഉള്ളപ്പോഴല്ല പറഞ്ഞത്. എപ്പോഴാണ് മാനവ മഹത്വം യേശുക്രിസ്തുവിന് കിട്ടിയത്? തൻ്റെ പിതാവായ ദൈവം പറഞ്ഞു, ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, ഇവൻ എന്നെ പ്രസാദിപ്പിക്കും. അപ്പൊ നമുക്കെവിടെ മാനവും തേജസ്സും ലഭിക്കുന്നത്? നമുക്ക് മാനവും തേജസ്സും നമ്മുടെ ജോലി സ്ഥലത്ത്, നമുക്ക് അയൽപ്പക്കത്ത്, നമുക്ക് ഏറ്റവും വലിയ കാറുള്ളപ്പോൾ, നമുക്ക് വലിയ വീടുള്ളപ്പോൾ, ഇതാണ് നമ്മൾ പറഞ്ഞു പിടിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന് അതൊക്കെ മാനവും മഹത്വം, നമുക്ക് ഇവിടാണ് മാനവും മഹത്വം, അല്ലെ? പല വിശ്വാസികൾ എന്തുകൊണ്ടാണ് പരിപൂർണമായിട്ട് തീക്ഷ്ണതയോടെ അനുസരിക്കാത്തത്? അത് 90% അനുസരിച്ചിട്ട് പിന്നെ 10% അനുസരണക്കേട്. എന്താ? അത് അത്രയും തീക്ഷ്ണമായിട്ട് അനുസരിച്ചാലേ എൻ്റെ അയൽപ്പക്കത്തുള്ളവരെന്നെ കളിയാക്കും. അവർ പിന്നെ പറയും ഇവരെ നമ്മളെ പോലല്ല. മാനുഷിക പ്രീതിയിലാണ് നമ്മൾ മഹിമ കണ്ടെത്തുന്നത്, നമ്മൾ മാനം കണ്ടെത്തുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ അറിയാലോ, സുവിശേഷം പറഞ്ഞ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പറയും, അയ്യേ പിന്നെ ആളുടെ മുഖത്തെങ്ങനെ നോക്കാൻ പറ്റും? ഇങ്ങനെ മതമൊക്കെ മാറിപ്പോയി എങ്ങനെ നോക്കും? തലയും മുണ്ട് വിട്ട് പോകണ്ടേ എന്നൊക്കെ പറയും, അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ പൊതുവേ ആളുകൾ പറയുന്നതാണ്, പ്രസ്റ്റീജ് പോകും. അയ്യേ നിങ്ങൾ ബെന്തക്കോസ്കാരായ, അല്ലേ? സഭക്കാർ തന്നെ നമ്മളെ കളിയാക്കും. ഈ മനുഷ്യന്റെ മുൻപിൽ നമ്മൾ മാന്യതയും ഈ പറഞ്ഞ മാനമൊക്കെ നോക്കുന്നുണ്ട്, നമുക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന മാന്യതയ്ക്ക് വലിയ വിലയില്ല. അപ്പൊ എന്ത് പറ്റും? അനുസരണക്കേട് അതിനനുസരിച്ച് കൂടും, അനുസരണം അതിനനുസരിച്ച് കുറയും. അപ്പൊ കണ്ടോ, മാനവും തേജസ്സും ജീവനത്തിന്റെ പ്രതാപത്തിൽ നമ്മൾ നോക്കരുത്. ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ അത്രയും അനുപാതികമായിട്ട് നമ്മൾ വെറുക്കും. 2 യജമാനന്മാർ പാടില്ല. കണ്ടോ, മാനവും തേജസ്സും. എന്താണ് എനിക്കുള്ള ഏറ്റവും വലിയ മാനവും തേജസ്സും? ഈ ലോകത്തിലുള്ള ഒന്നിലുമല്ല. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എൻ്റെ ദൈവം എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ പൂർണ്ണമായി പ്രസാദിപ്പിക്കുന്നു എന്ന് കേൾക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ മാനം. നിങ്ങളെല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഏറ്റവും വലിയ മാനം അതാണ്. അത് വചനം എന്നോട് പറഞ്ഞു തരികയാണ്. അല്ലാതെ ഞാൻ ഏറ്റവും വലിയ പണക്കാരനാകുക, ഏറ്റവും വലിയ സുന്ദരനാകുക, ഏറ്റവും വലിയ ഇതാകുക, ഈ ലോകം പറയുന്നതെല്ലാം വെട്ടിപ്പിടിക്കുക, അതിലൊന്നുമല്ല. അതൊക്കെ ചപ്പും ചവറും. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ അതിശ്രേഷ്ഠതയുടെ മുന്നിൽ ഞാൻ അതിനെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അങ്ങനെ എണ്ണുന്നുണ്ടോ നമ്മൾ? അങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ജീവിതം വളരെ സരളമായിട്ട് ജീവിക്കാം, വളരെ എളിമയോടെ ജീവിക്കാം. ഈ ഓട്ടം ഒന്നും ഓടണ്ട, അവരോടട്ടെ, ഓടി തളരട്ടെ. നമ്മൾ ഓടുന്നൊന്നുമില്ല, നമ്മൾ വിശ്രമിക്കുക. കർത്താവ് നമുക്ക് ഈ പണത്തിന്റെ പുറകെ ഇങ്ങനെ ഓടേണ്ട ഒരു ആവശ്യമില്ല, ഒരു മാനവും നേടാൻ പോണ്ട. നമ്മുടെ മാനം നമ്മൾ മനസ്സിലാക്കി, നമ്മൾ തിരിച്ചറിഞ്ഞു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഭക്തിയിൽ വളരണം, എന്ത് വില കൊടുത്തു എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അവിടാണ് എനിക്ക് സ്ഥായിയായ മാനം. അത് മനസ്സിലാക്കിയവൻ ഭക്തനായിട്ട് ജീവിക്കും. അത് മനസ്സിലാക്കാത്തവൻ ആത്മീയതയിലും വെള്ളം ചേർത്ത് ലോകത്തിന്റെ പുറകെ ഓടും. ലോകത്തിന്റെ പുറകെ ഓടുകയാണേലും ആത്മീയതയുടെ ഒരു മൂടുപടം ഇട്ട് ആളുകളെ കബളിപ്പിക്കാൻ നോക്കും. അതാണ് കപട ഭക്തിക്കാർ. സഭയിലൊക്കെ വന്നിരിപ്പുണ്ട്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ലോകത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ശത്രുവാണ്, പക്ഷെ സൺഡേ തോറും പാട്ടൊക്കെ പാടും ദൈവത്തോട്. ദൈവമേ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, അല്ലേ? ചില ഭർത്താക്കന്മാരെ പോലെ, ഈ ഭാര്യമാരെ പറ്റിക്കുന്ന ഭർത്താക്കന്മാരെ പോലെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ ബുധനാഴ്ചയും ചിന്ന വീട്ടിൽ പോകുന്നുണ്ട്, അല്ലേ? വേറൊരു ഭാര്യയുടെ അടുത്ത് പോകുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ കള്ളന്മാരാ. ഇപ്പൊ ഈ പാട്ട് നമ്മൾ പാടിയല്ലോ, ഇപ്പൊ നീ ഒഴുകെ, ഇതൊക്കെ നമ്മൾ പാടും. നമ്മുടെ ഉള്ളിൽ നിന്നാണോ ഈ വരുന്നേ? ഉള്ളിൽ നിന്നാണോ? അതോ പണവും ആ ബഹുമാനവും ഇങ്ങനത്തെ ജാരന്മാർ വരുമ്പോൾ അവൻ്റെയും പുറകെ പോകുന്നുണ്ടോ നമ്മൾ? അങ്ങനെ ലോകത്തെ നമ്മൾ സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കരുത്. വേറൊരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരിക, നമ്മൾ സ്ഥിരം ഇവിടെ പാടുന്നൊരു പാട്ട്, എമ്മി ചെറിയാനുണ്ട്, അല്ലേ? നാദനു മുൾമുടി ചൂടിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. പൂർണ്ണ ബോധ്യത്തോടാണോ നമ്മളിത് പാടുന്നത്? എനിക്ക് ലോകത്തിൽ നിന്ന് ഒന്നും വേണ്ട, എല്ലാം ചപ്പും ചവറുവാ. എനിക്കൊന്നും വേണ്ട, ലോകവും വേണ്ട, ലൗകിക സഭകളും വേണ്ട.
പണം തരാം, ഇത് തരാം എന്ന് പറയുന്നത് അവരൊന്നും വേണ്ട. കാരണം എനിക്ക് ദൈവവുമാണ് ഏറ്റവും വലിയ, ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം, ആ ഭക്തിയിലാണ് ഞാൻ എൻ്റെ എല്ലാ മഹത്വവും കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അതുകൊണ്ട് തന്നെ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ താൻ തുനിഞ്ഞു. എന്ത് വില കൊടുത്തും ഞാൻ ദൈവത്തെ ആരാധിക്കും. അതായിരിക്കണം വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് തെളിഞ്ഞു വരേണ്ടത്. ഇനി മൂന്നാമത്തെ നിർവ്യാജ ഭക്തിയുടെ ലക്ഷണം, ശരിയായ രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം ഉളവാക്കുന്ന പ്രവൃത്തി, നമുക്കറിയാം, നാവിനെ കടിഞ്ഞാണിട്ട് തൻ്റെ ദൈവത്തോടുള്ള വിധേയത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് റാഹാബിൽ നമ്മൾ കാണാം. വളരെ വേഗത്തിൽ, അധികമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അടുത്ത അധ്യായം ഇതിനെക്കുറിച്ചാണ്, 3-ാം അധ്യായം. എന്നാലും നമുക്കിതൊന്ന് ഈ റാഹാബിന്റെ വിഷയം ഒന്ന് ധ്യാനിച്ച് നമുക്ക് ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കാം. അവർ പുറപ്പെട്ട് രാഹാബ് എന്ന പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ അയച്ച്, നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക, അവർ ദേശമൊക്കെ ഒത്തുനിൽക്കാൻ വന്നവരാകുന്നു എന്ന് പറയുന്നു. ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോയി ഒളിപ്പിച്ചിട്ട്, അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടത്തുകാരെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുക, എന്നാൽ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിന് മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളിലിടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ യോർദാനിലേക്ക് വഴിയായി കടവുകൾ വരെ അവരെ തിരഞ്ഞു നിന്നവർ പുറപ്പെട്ട് ഉടനെ പട്ടണവാതിൽ അടച്ചു. എന്നാൽ അവർ കിടപ്പാൻ പോകുമ്പോൾ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളോടുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഒഴുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രൈമിലേക്ക് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചിട്ടും യോർദാനക്കരെ വെച്ച് നിങ്ങൾ നിർമ്മൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന് 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം മുഴുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്തുകൊണ്ട് നിങ്ങളും എൻ്റെ പിതൃസമനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സ്ഥലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവ ചെയ്ത് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അവർ അവളോട്, ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതിരുന്നതിനാൽ നിങ്ങളുടെ ജീവൻ പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ദയയും വിശ്വസ്തയും കാണിക്കുമെന്ന് പറഞ്ഞു. എന്നാലേ അവരെ കിളിവാതിലൂടെ ഒരു കയറ് കെട്ടി. അവളുടെ വീട് കോട്ടമതിന്മേലായിരുന്നു. അവൾ മതിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടത് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി വരുമ്പോഴും 3 ദിവസം അവർ ഒളിച്ചിരിക്കും. അതിന്റെ ശേഷം നിങ്ങളുടെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. ആമേൻ. യോശുവയുടെ പുസ്തകം 2:1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതിൽ റാഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യ, ഒരു കനാന്യ സ്ത്രീ, യോശുവ അയച്ച ഇസ്രായേലിന്റെ ഒറ്റുനോക്കുകാർ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാർ, അവരെന്ത് ചെയ്തു? അവിടുത്തെ രാജാവിൽ നിന്ന് സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ കുടുംബത്തിനുള്ള രക്ഷയും അവര് പ്രാപിച്ചു, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ റാഹാബ് തൻ്റെ ഈ യഹോവയായ ദൈവത്തോടുള്ള തൻ്റെ ഒരു വിശ്വാസം ഏറ്റുപറയുകയാണ്, അല്ലെ? ഞങ്ങൾ കേട്ടിരിക്കുന്നു, നിങ്ങൾ മറ്റ് രാജ്യക്കാരോടൊക്കെ എന്തൊക്കെയാണ്, മറ്റ് ദേശക്കാരെയൊക്കെ ദൈവം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് എങ്ങനെ നൽകിയിരിക്കുന്നു, അതെല്ലാം ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കൊക്കെ ധൈര്യം പോയി, എല്ലാവരും വിറച്ചോണ്ടിരിക്കുക. എന്നിട്ട് അവൾ പറയുന്നു, ഈ യഹോവ തന്നെയാണ് സ്വർഗത്തിലും ഭൂമിയിലും ദൈവമായിരിക്കുന്നവൻ. അങ്ങനെ ഏറ്റുപറഞ്ഞു യഹോവയെ, അല്ലെ? പിന്നീട് 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവൾ അപേക്ഷിക്കുകയാണ്, ഈ യഹോവയിലൂടെ എനിക്ക് രക്ഷ കിട്ടത്തുള്ളൂ. രക്ഷ എന്ന് പറഞ്ഞാൽ ഈ പട്ടണം പൊളിച്ച് തകർക്കാൻ പോവുക, ആ രക്ഷ എനിക്ക് വേണം. അതിനുവേണ്ടി ഇവരോട് അപേക്ഷിക്കുകയാണ്, ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ദൈവജനത്തോട് അപേക്ഷിക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ അവരെ സുരക്ഷിതമായിട്ട് വേറൊരു വഴി, നിങ്ങൾ പർവ്വതത്തിൽ കയറിപ്പൊപ്പം അതിൽ അവരെ തെരഞ്ഞു പോയവരെ നിങ്ങളെ പിടിക്കാതിരിക്കാൻ അവർ വേറൊരു വഴിയിലും വിട്ടു. അങ്ങനെ 3 കാര്യങ്ങൾ തൻ്റെ അധരങ്ങളിലൂടെ പുറത്തു വരികയാണ്. പക്ഷെ അധരങ്ങളിലൂടെ പുറത്തു വരുന്നത് ഹൃദയത്തിലെ ഒരു വസ്തുത വെളിപ്പെടുത്തുകയാണ്. എന്താണ്? യഹോവയിലാണ് അവൾ വിശ്വസിക്കുന്നതും യഹോവയോടാണ് അവൾ കീഴ്പ്പെടുന്നതും.
കണ്ടോ? അപ്പൊ ചുമ്മാ യഹോവയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയല്ല. ആ വിശ്വാസം നിമിത്തം അവൾ എന്ത് ചെയ്തു? ഈ ഒറ്റുകാരെ അല്ലെങ്കിൽ ഈ ദൂതന്മാരെ സംരക്ഷിച്ചു, അവരോട് താൻ അപേക്ഷിച്ചു. അങ്ങനെ പിന്നീട് നമ്മൾ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യോശുവ ഈ എരിഹോ പട്ടണം പൊളിച്ച് തകർക്കുമ്പോൾ രാഹാബ് അവളുടെ കുടുംബത്തോടൊപ്പം അവൾ രക്ഷിക്കപ്പെടുന്നു. അവളെ വെറുതെ വിട്ടു, അല്ലെ? പിന്നീട് നമ്മൾ ഇന്ന് മത്തായി 1 നമ്മൾ വായിച്ചു, അല്ലെ? മത്തായി 1:5 നമ്മൾ വായിക്കുന്നുണ്ട്, രാഹാബ് ശലോമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുകയും ആ വ്യക്തിയിലൂടെ അവർക്ക് ബോവാസ് എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ആരാണ് ഈ ബോവാസ്? ബോവാസാണ് റൂത്തിനെ കെട്ടി പിന്നെ ഒബേദിന് ജന്മം നൽകുന്ന. ആരാണ് ഈ ഒബേദ്? ദാവീദിന്റെ അപ്പൂപ്പൻ, അല്ലെ? അങ്ങനെ നമ്മൾ ഇന്ന് വായിച്ച മത്തായി 1 വായിച്ച യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ സ്ഥാനം കിട്ടി. ആർക്ക്? ഈ വേശ്യയായിരുന്ന കനാന്യ സ്ത്രീ. എന്തുകൊണ്ടാ? അന്ന് രാത്രിയിൽ താൻ ചെയ്ത പ്രവൃത്തി. എന്ത് പ്രവൃത്തി? വിശ്വാസം ഏറ്റുപറഞ്ഞു, അല്ലേ? വാ കൊണ്ട് താൻ ഏറ്റുപറഞ്ഞു, ഞാൻ യഹോവയോട് വിധേയപ്പെട്ടിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ യഹോവ വിചാരിച്ച ഈ എരിഹോ പട്ടണമൊക്കെ പൊളിഞ്ഞു തകർന്നു പോകും. എൻ്റെ ഈ രാജാവെന്ന് വിചാരിച്ചാൽ ഒന്നും പറ്റത്തില്ല, യഹോവയാണ് വലിയവൻ എന്ന് ഏറ്റുപറഞ്ഞു. ഈ യഹോവയിൽ ആശ്രയിച്ചാലേ എനിക്ക് രക്ഷ കിട്ടത്തുള്ളെന്നും ഏറ്റുപറഞ്ഞു. എന്നിട്ട് യഹോവയിൽ വിശ്വസിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ സംരക്ഷിച്ചു. കണ്ടോ? അപ്പൊ തൻ്റെ വാ കൊണ്ട് താൻ തൻ്റെ ഹൃദയത്തിലെ വിധേയത്വം തെളിയിച്ചു, അല്ലേ? അത്രയും പറഞ്ഞ് ഞാൻ വിടുകയാണ്. കാരണം അടുത്ത പ്രാവശ്യം നമ്മൾ നാവിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 3-ാം അധ്യായം മുഴുവൻ നാവിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ധ്യാനത്തോട് ചേർന്ന് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കാം. നമുക്ക് ഈ രാഹാബിന്റെ ദൃഷ്ടാന്തം വെച്ചൊന്ന് ചിന്തിക്കാം. നമ്മൾ നമ്മുടെ അധരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? രാഹാബിനെ പോലെ നമ്മൾ നമ്മുടെ ദൈവത്തെ ഏറ്റുപറയാറുണ്ടോ? സ്തോത്രം കൊണ്ട് ഏറ്റുപറയാറുണ്ടോ? ആരാധനയിൽ ഏറ്റുപറയാൻ, ദൈവമേ നീയാണ് ശക്തൻ. ഇവിടെ രാഹാബ് പറഞ്ഞിരിക്കുക, മറ്റ് രാജ്യങ്ങളെയൊക്കെ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നു, എല്ലാവരും വിറച്ചോണ്ടിരിക്കുക. ദൈവമാണ് ശക്തൻ, ഈ രാജാവൊന്നുമല്ല ശക്തൻ, നീയാണ് ഏറ്റവും വലിയവൻ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അവനോടുള്ള സ്തോത്രത്തിൽ ഏറ്റുപറയുന്നുണ്ടോ? നിന്റെ മഹത്വവും നിന്റെ വല്ലഭത്വവും രക്ഷിക്കുവാൻ കഴിയുന്നവൻ നീയാണെന്ന് നമ്മൾ വിളിച്ചു പറയുന്നുണ്ടോ? രാഹാബ് ഇവരോട് അപേക്ഷിച്ചതുപോലെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ നമ്മുടെ അധരങ്ങൾ ചലിക്കുന്നുണ്ടോ? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ പലരും പ്രാർത്ഥന ചുമ്മാ സാഹിത്യം വിവരണമാണ്. സഭയിലൊക്കെ കേട്ട സാഹിത്യം വെച്ചടിക്കുന്നതിനപ്പുറത്തായിട്ട് ഹൃദയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളെന്നും പറഞ്ഞ് അപേക്ഷ കഴിക്കുന്നുണ്ടോ? അഭ്യർത്ഥിക്കുന്നുണ്ടോ ദൈവത്തോട്? ദൈവമേ എന്നെ രക്ഷിക്കണം കർത്താവ്, ഈ പാപം എന്നെ വിട്ടു പോകുന്നില്ല, ഈ പ്രശ്നം പോകുന്നില്ല കർത്താവ്, ഈ വിഷയം, എൻ്റെ മക്കളുടെ ഈ വിഷയം കർത്താവ്, എൻ്റെ ഭവനത്തിൻ്റെ ഈ വിഷയം കർത്താവ്, ഇവരുടെ ഈ ജനങ്ങളുടെ വിഷയം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രസംഗം തുടങ്ങുമ്പോൾ ഉറക്കം വരുന്നു, കർത്താവെ എനിക്ക് ഉറക്കം മാറണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? തീക്ഷ്ണതയോടെ. ഇതെല്ലാം പ്രാർത്ഥനയായിട്ട് മാറണം. കർത്താവിലുള്ള ആശ്രയത്തിൻ്റെ ഒരു തെളിവായിട്ട് നമ്മുടെ വായിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം. 3-മതായിട്ട് താൻ തൻ്റെ അധരങ്ങൾ ഉപയോഗിച്ച് ആ ദൂതന്മാർക്ക് സംരക്ഷണം വരുത്തി, അവർക്ക് ഗുണമുള്ള കാര്യം ചെയ്തു. നമ്മുടെ അധരങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്യന് ഗുണം വരാനാണോ? അത് അന്യർക്ക് വേദന വരാനാണോ? എഫീസ്യ ലേഖനം 4:29 ഒന്ന് വായിക്കാം. എഫീസ്യ ലേഖനം 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിപ്പാൻ അവർക്ക് ആത്മീക വർധനവ് വരുത്തുന്ന നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഇത് കൽപ്പനയാണ്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെ ആയിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്ന വ്യക്തിക്ക് എന്ത് വരണം? ആത്മീക വർധനവ് വരണം, കൃപ ലഭിക്കണം ആ വ്യക്തിക്ക്. ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കൂടണം. അല്ലാതെ ആകാത്തത്, പൂർണ്ണമല്ലാത്തത്, നമ്മൾ ഈ ചില ഭക്ഷണമൊക്കെ വേവിക്കാൻ വെക്കും, പെട്ടെന്ന് ഇങ്ങെടുത്താൽ ആയില്ല എന്ന് പറഞ്ഞാൽ ഈ ആകാത്തതൊന്നും വായിൽ നിന്ന് വരരുത്. കൊലോസ്യ ലേഖനം 4:6. കൊലോസ്യ ലേഖനം 4:6. എങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കണമെന്ന് അറിയേണ്ടതിന് കൃപയോടുകൂടിയ വാക്കുകളായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണമെന്ന് മലയാളം ബൈബിൾ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തോന്നാ ഈ ഉപ്പ്, അല്ലേ? ഉപ്പിനാൽ ആഹാരത്തിന് രുചി വരുന്നത് പോലെ നിങ്ങളുടെ വാക്കുകൾ കൃപ നിറഞ്ഞതായിരിക്കണം. അങ്ങനെ ഓരോ വ്യക്തികളോടും ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് ബോധം വേണം. മലയാളത്തിൽ വേറൊരു വാക്കുണ്ട്, ഔചിത്യം. ഒരാളോട് എന്ത് എപ്പോൾ പറയണം, അല്ലേ? ഔചിത്യ ബോധം വേണം.
ചില സമയത്തൊന്നും ചിലത് പറയരുത്. ചില സമയത്ത് അവരൊരു തെറ്റ് ചെയ്യുകയാണെങ്കിലും അവരെ ഗുണീകരിക്കരുത്. കാരണം അവർ വലിയ വേദന കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലേ? നമ്മൾ ഒരാളെ എപ്പോഴും ഒരു വിഷയം പറഞ്ഞ് ശകാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അയാളുടെ അച്ഛൻ മരിച്ചു, അയാളുടെ വീട്ടിൽ പോയിട്ട് അച്ഛൻ മരിച്ചിരിക്കുന്ന സമയത്തും അയാൾ ആ തെറ്റ് ചെയ്തു, നമ്മൾ ഗുണീകരിക്കും. ചിലവന്മാരുണ്ട് ഗുണീകരിക്കും. അങ്ങനെ ചെയ്യരുത്. എപ്പോൾ എന്ത് പറയണമെന്ന് പറയണം, അല്ലേ? സഭാബോധം എന്നൊക്കെ പറയും. ചിലർക്കൊന്നും അതില്ല, ചില വിശ്വാസികൾക്ക് ഒരു ബോധവുമില്ല. എവിടെ ഇരുന്നു എന്ത് പറയും, അല്ലേ? അങ്ങനെ എപ്പോൾ എങ്ങനെയെന്നൊക്കെ അറിയണം. വാക്കുകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അന്യരെ അനുഗ്രഹിക്കുക, അവർക്ക് കൃപ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണോ നമ്മൾ അധരങ്ങൾ ഉപയോഗിക്കുന്നത്? അതോ യാക്കോബിന്റെ തന്നെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെ ഒന്ന് വായിച്ചേ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? യാക്കോബിന്റെ ലേഖനം 3-ന്റെ 8 മുതൽ 10. അടങ്ങാത്ത ദോഷം നമ്മുടെ നാവിലിരിപ്പുണ്ട്. വിഷമാണ്. നമ്മളൊക്കെ ഒരു കണക്കിന് പറഞ്ഞ എല്ലാരും സർപ്പങ്ങളാ. വായിനകത്ത് വിഷവും കൊണ്ട് കിടക്കുക. സൺഡേ തോറും സ്തോത്രം. വീട്ടിൽ പോയിട്ട് മനുഷ്യരെ ശപിക്കുകയും ചെയ്യും, കേട്ടോ? സ്തോത്രം പറയുന്ന അതേ വായിലൂടെ തന്നെ വീട്ടിൽ പോയിട്ട് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ കിടന്ന് അടിപിടി, അല്ലേ? അങ്ങനെ ചെയ്യുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. അടുത്തത്, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഇത് വിശുദ്ധന്മാർക്ക് ചേർന്നു പോകുന്ന പ്രകൃതമല്ല, സ്വഭാവമല്ല. ഇവിടെ വന്നിട്ട് കുറെ പാട്ടുപാടല്, വീട്ടിൽ പോയിട്ട് അടിപിടി, വായി കൂടെ തെറി, ഇതൊന്നും പാടില്ല. കാരണം എന്താണ്? ദൈവത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ള മനുഷ്യനെ നമ്മൾ ശപിക്കുന്നു, അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മക്കളെ എപ്പോ കണ്ടാലും വായി തോന്നുന്ന തെറിയെല്ലാം വിളിച്ചിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിട്ട്. എന്ത് ജീവനാന്നറിയോ നിങ്ങൾ പറയടാ, എൻ്റെ മോനെ നീ തെറി വിളിക്കുന്നവനല്ലടാ, എന്നോടെന്തോന്ന് സ്നേഹം എന്ന് പറയുന്ന പോലെ ദൈവത്തെ നമ്മൾ ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ച തന്റെ സൃഷ്ടിയൊക്കെ നമ്മൾ എപ്പോഴും തെറി വിളിച്ചോണ്ട് നടക്കുക. അത് ഏത് വ്യക്തിയാകട്ടെ, നാട്ടിലുള്ള ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ആരായാലും നമ്മുടെ നാവിന് നമ്മൾ കടിഞ്ഞാണിടുന്നില്ലെങ്കിൽ, അതുകൂടെ വായിക്കാം. യോഹന്നാൻ 1:26. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. സൺഡേ തോറും ഒന്ന് പാട്ടുപാടുന്നുണ്ട്, അതുകൊണ്ട് ഭക്തനാകത്തില്ല. അത് ചതിക്കുകയാണ് നിങ്ങളെ തന്നെ. നിങ്ങൾ നാവിന് കടിഞ്ഞാണിടുന്നില്ലെങ്കിൽ, നിങ്ങൾ കോപവും ക്രോധവും ഒക്കെ വരുമ്പോൾ വെച്ച് വായിന്ന് കീച്ചുകയാണെങ്കിൽ, നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പാട്ടുപാടുന്നത് കൊണ്ട് ഭക്തനാണെന്നൊന്നും നിരൂപിക്കരുത്. അങ്ങനെയുള്ളവന്റെ ഭക്തി വ്യർത്ഥം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യം. ദൈവസന്നിധിയിൽ ഒരു വിലയുമില്ലാത്ത വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് ഭക്തി, നമ്മൾ ചൈനീസ് ഭക്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതാണിത്. എന്ത്? നാവിന് കടിഞ്ഞാണിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് വലിയ കാതലായ വിഷയമാണ്. ശരിക്കും നീതീകരണം പ്രാപിക്കുന്ന, രക്ഷിക്കപ്പെടുത്തുന്ന നിർവ്യാജ വിശ്വാസം നമ്മുടെ നാവിനെ കടിഞ്ഞിടുവാൻ നമ്മളെ സഹായിക്കുന്ന വിശ്വാസം. അതെങ്ങനെ? അത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് കീഴ്പ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കും. ദൈവത്തോട് വിധേയത്വം കടന്നു വരുമ്പോൾ നമുക്ക് കണ്ണി കാണുന്നപ്പോഴൊക്കെ ദേഷ്യമൊന്നും വരത്തില്ല. നമുക്ക് അതൊക്കെ സഹിക്കുവാനുള്ളൊരു ശക്തി ലഭിക്കും. അത് ദൈവം അനുവദിച്ചിട്ടല്ലേ സംഭവിച്ച, പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പുറത്ത് കിടന്ന് അമർഷം കാണിക്കത്തില്ല. അപ്പം നാവിന് കടിഞ്ഞാണായി. അത് വിശ്വാസം ഇല്ലാത്തപ്പോഴാണ് ഈ ദേഷ്യം വരുന്നത്. ദൈവം അനുവദിച്ചിട്ടൊന്നുമല്ല ഇത് സംഭവിക്കുന്നെന്നുള്ള ആ ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ വായിക്കൂടെ എല്ലാം വിളിച്ച് പറയുന്നത്. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ സ്വസ്ഥതയോടെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ച ഒരു കോപം, എത്ര കോപത്തെ നമ്മളെ ജ്വലിപ്പിക്കുന്ന, ട്രിഗർ ചെയ്യുന്ന സംഭവങ്ങൾ വന്നാലും നമ്മുടെ നാവിന് കടിഞ്ഞാണിടാൻ പറ്റും. അപ്പോൾ വിശ്വാസത്താലാണ് ഇത് സംഭവിക്കുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ കണ്ട കാര്യം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. നീതീകരണം വിശ്വാസത്താലാണ്. എന്നാൽ നീതീകരണം സമ്മാനിക്കുന്ന ശരിയായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഭക്തിയുടെ ലക്ഷണങ്ങളായ ഈ 3 ഫലങ്ങൾ കായ്ക്കും, അല്ലെ? സ്നേഹം, വിശുദ്ധി, താഴ്മ. അപ്പൊ നമുക്ക് നമ്മുടെ ഭക്തി ജീവിതം ഒന്ന് ചിന്തിക്കാം. ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പം ഒന്ന് ചിന്തിക്കാം. ആ അടുപ്പം നോക്കിയിട്ട് നമുക്ക് നമ്മളെ തന്നെ പറയാൻ പറ്റുമോ നമുക്ക് വിശ്വാസമുണ്ടെന്ന്? അങ്ങനെ വിശ്വാസമുണ്ടെന്ന് പറയാൻ പറ്റണം. അങ്ങനെ വിശ്വാസമൊന്നും കാണുന്നില്ല എന്ന് പറയുന്നവർ ദൈവത്തെ സ്തുതിക്കുക. എന്തിന്? എൻ്റെ ജീവിതത്തിൽ പരിശോധനകൾ അയച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പ്രാപ്തനാകണം, അല്ലെ? പക്വതയുള്ള വിശ്വാസം എനിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ഈ പരിശോധനകളൊക്കെ ദൈവം അയച്ചിരിക്കുന്നത്. പരീക്ഷ സഹിച്ച് ഞാൻ ഭക്തനാകുവാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഭക്തനായി നമുക്ക് ശരിയായ വിശ്വാസത്തിൻ്റെ ഈ 3 ഫലങ്ങളും കായ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവൃത്തികളെ ഉളവാക്കുന്ന വിശ്വാസം. നമ്മളിൽ ഭക്തി ജനിപ്പിച്ച് നമുക്ക് രൂപാന്തരം വരുത്തുന്ന വിശ്വാസം. വെറും ബുദ്ധിയിലുള്ള വിശ്വാസമല്ല, വെറുതെ തലയാട്ടുന്ന വിശ്വാസമല്ല, വെറും അറിവല്ല, വെറും വിശ്വാസമല്ല, പ്രവൃത്തികൾ ഉളവാക്കുന്ന, എന്നിൽ രൂപാന്തരം വരുത്തുന്ന, ഭക്തി വളർത്തുന്ന വിശ്വാസം. ദൈവത്തോട് കീഴ്പ്പെടുവാൻ, എന്നെ വിധേയപ്പെടുവാൻ, എന്നിൽ താഴ്മ വളർത്തുന്ന വിശ്വാസം. സഹോദര സ്നേഹം വളർത്തുന്ന വിശ്വാസം. എത്ര വില കൊടുത്തും അവരെ സ്നേഹിക്കുവാനുള്ള തീക്ഷ്ണമായ സഹോദരപ്രീതി എന്നിൽ ജനിപ്പിക്കുന്ന വിശ്വാസം. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാത്തിനേക്കാളും അധികമായി ദൈവത്തെ സ്നേഹിക്കുവാൻ, എത്ര വില കൊടുത്തും അവനെ ശരിയായ രീതിയിൽ ആരാധിക്കുവാൻ എന്നിൽ നിർവ്യാജ ഭക്തി വളർത്തുന്ന വിശ്വാസം. ഈ പ്രവൃത്തികളിൽ നമുക്ക് വളരാം. അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്കിവിടെ കൂടി വരുവാനും തുടക്കം മുതലേ കർത്താവേ ഞങ്ങളോട് നീ സംസാരിച്ച ഈ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ കേൾക്കുവാൻ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിൽ സ്നേഹമെന്തെന്ന് വെളിപ്പെടുത്തി, ആ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ സഹോദരന്മാരെ, സഹോദരിമാരെ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാൻ, വാക്കുകൾക്ക് അതീതമായിട്ട് സത്യത്തിൽ സ്നേഹിക്കുവാൻ, പ്രവൃത്തികളാൽ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ എല്ലാ അവസരത്തിലും നിന്നോട് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് നിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് കർത്താവെ, ഞങ്ങളുടെ വായില് ശകാരവും ശാപവും ഈർഷ്യയും ഒക്കെ വിട്ടുമാറി കർത്താവെ, സമാധാനത്തിൻ്റെ കൃപയുടെ നാവ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാത്തിനും ഉപരിയായി നിന്നെ സ്നേഹിക്കുവാൻ, തികഞ്ഞ ഭക്തന്മാരാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. അബ്രഹാം പിതാവിനെ പോലെ കർത്താവ് എന്തു വില കൊടുത്തും നിന്നെ ആരാധിക്കുവാൻ കഴിയുന്ന ഹൃദയവിശുദ്ധിയുള്ള ഭക്തന്മാരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ രൂപാന്തരം ഉളവാക്കുന്ന ശരിയായ വിശ്വാസം എന്ന ദാനം ഞങ്ങൾക്ക് ഏവർക്കും നൽകിയാട്ടെ കർത്താവേ. ഞങ്ങളുടെ ബൈബിളിലുള്ള അറിവോ കൃപാവരങ്ങളോ ശുശ്രൂഷകളോ ഒന്നും നോക്കി ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്നും പറഞ്ഞ് സുഖിച്ചിരിക്കാതെ കർത്താവേ, വചനം പറയുന്നത് പോലെ ജീവിതത്തിൽ വിളങ്ങുന്ന വിശ്വാസമുണ്ടോ എന്ന് ശോധന ചെയ്യുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് ഞങ്ങളെ തന്നെ വഞ്ചിക്കാതെ കർത്താവേ, ഇത് അനുസരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ ശക്തി അധികമായി പകർന്നു നൽകണമേ. കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ദൈവപിതാവിൻ്റെ അതിയായ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംസർഗവും നാം ഏവരോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.